സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാരെ, വളരെ കൃത്യമായി കഴിഞ്ഞ 4-5 ദിവസങ്ങളിലായി സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ശാഖാ കമ്മിറ്റിയുടെ 25ാം വാർഷികത്തിലെ അറിവിന്റെ അനന്തസാഗരം ഇവിടെ തീർക്കപ്പെട്ടപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളറിഞ്ഞ മതത്തിന്റെ ഉൾക്കാമ്പുകളും അറിവിന്റെ നാനാവശങ്ങളും അത് നമ്മുടെ ജീവിതത്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന സൂചകങ്ങളുമെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നതും നമ്മുടെ ജീവിതത്തിന് ഗുണം ചെയ്യുന്നതുമാണെന്ന് തിരിച്ചറിവോടെ ഈ വേദികൾ ഒരുക്കിത്തന്ന സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രാസ്ഥാനികമായ വിധാനത്തെക്കുറിച്ചും ആ സംഘകുടുംബത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും അതിന്റെ മേൽഘടകങ്ങളുടെയും സഹപ്രസ്ഥാനങ്ങളുടെയുമൊക്കെ പ്രത്യേകതകളും അനാവരണം ചെയ്തുകൊണ്ടുള്ള ഒരു സമാപന സമ്മേളനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ പങ്കെടുത്ത ഈ വേദിയിൽ അവരെക്കാളൊന്നും കൂടുതൽ പറയാൻ ഞാൻ അർഹനല്ലെന്നും എന്നിൽ നിന്ന് നിങ്ങളതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും എനിക്കറിയാം. പൊതുസമ്മേളനത്തിലെ എന്നിൽ നിക്ഷിപ്തമായ ദൗത്യം മാത്രം നിർവഹിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. ഏത് സമയത്ത് വേണമെങ്കിലും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നിർവഹിച്ചാൽ പരിപാടി നിൽക്കും. ഏത് സമയത്ത് വേണമെങ്കിലും മതിയെങ്കിൽ നിങ്ങൾക്കൊക്കെ എഴുന്നേക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിൽക്കും പരിപാടി എന്നുകൂടി അതിനു മുമ്പ് അറിയിക്കുക. കാരണം കുറേ ദിവസമായി നിങ്ങൾ വാതിൽ കേൾക്കുന്നവരാണ്. ഈ 5ാം ദിവസത്തിലെ ഈ വളരെ വൈകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ സഹോദരിമാരും സഹോദരന്മാർക്കൊക്കെ വൈകുന്നത് ഉപദ്രവമാകുന്നുണ്ടെങ്കിലാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഇത്രയും നീട്ടാവുന്നതുമാണ്. ഏതായാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴിയെക്കുറിച്ച് ബഹുമാന്യരായ ഓണംപള്ളി ഉസ്താദ് പറഞ്ഞു. ആ വഴിയെയും ആ വഴിയിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന്റെ അടയാളങ്ങളെയും നിമിഷങ്ങളെയും ഒക്കെ ഇവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ല. ആ പറയപ്പെട്ട പ്രഭാഷണത്തെ ഇരുന്നൊന്ന് ചിന്തിക്കാൻ തയ്യാറായ 1989 മെയ് 19-ാം തീയതി നിങ്ങളുടെ ഈ നാട്ടിലെ ഈ സംഘടന രൂപപ്പെട്ടപ്പോൾ ഇന്നേ ദിവസം 25 കൊല്ലം മുമ്പ് നിങ്ങളുടെ നാട്ടിൽ ഈ പ്രസ്ഥാനം രൂപപ്പെട്ട് ഇതിനെ സംഘടന അംഗീകരിക്കപ്പെട്ടപ്പോ ഇതിനെ ഇന്നത് 26-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ദിവസം കൂടിയാണ്. നിങ്ങളുടെ നാട് നന്മയുടെ പക്ഷത്ത്, സമസ്തയുടെ കൊടിയടയാളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പക്ഷത്ത്, രൂപീകരണത്തിന്റെ തൊട്ടടുത്തു തന്നെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് നിങ്ങളുടെ വാർഷികവും ഇന്നത്തെ ദിവസവും. യാദൃശ്ചികമായിരിക്കാം ഒരുപക്ഷേ ഈ ദിവസത്തിന്റെ ഈ സംഗമം ഒരുമിച്ച് വന്നത്, അങ്ങനെ ആയിരിക്കാം. ഏതായാലും അല്ലാഹു 25 കൊല്ലം പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുകയും ഈ വിധത്തിലേക്ക് പ്രസ്ഥാനത്തിന് വളർത്തിക്കൊണ്ടുവരികയും ഇന്നും അണയാതെ തന്നെ സമസ്തയുടെ പതാകയും അതിന്റെ സന്ദേശവും അതിന്റെ പ്രകാശധാരയും മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തകർക്ക് 25 കൊല്ലം മുമ്പ് മുതൽ ഇന്ന് വരെ, ഇനി ഖിയാമം വരെ അത് കൊണ്ടുപോകുന്നവർക്ക് അല്ലാഹു സമസ്തയുടെ മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്രയും കാലത്തെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ ഓർക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒരു ഉളവട്ടൂരൻ പരിസരത്തെ പ്രദേശത്തെ ഞാൻ ഓർത്തെടുക്കുക. പണ്ട് കാലത്തെ എനിക്ക് ഓർമ്മയുണ്ട്, ചില പ്രദേശങ്ങളിലൊക്കെ ചെറിയ പാക്കറ്റുകളാക്കി ചീരണി കൊണ്ടുപോകുന്ന കാലമല്ല, മണൽ ചേർത്ത് മുളക് പൊടി കൊണ്ടുപോകുന്ന കാലത്തെ ഞാൻ ഓർക്കുകയാണ്. പഴയ ഒരു കാലത്തെയാണ് ഞാൻ പറയുന്നത്.
ചെറിയ പാക്കറ്റുകളായി കോഴിക്കോടും മുഹിയുദ്ദീൻ പള്ളിയിലേക്കും അവിടെയുള്ള ആളുകളുടെ നേരെയും അങ്ങനെ കേരളത്തിലെ ആക്കോട് പരിസരത്ത് എടവണ്ണപ്പാറ തുടങ്ങി പല സ്ഥലങ്ങളിലും എത്തിയ ആ പൊതിയിൽ ഒരു പൊതി ഈ നാട്ടിലും എത്തിയെന്ന പഴയ ഓർമ്മ അത് തികട്ടി വരുന്നുണ്ട്. ആ ഓർമ്മയുടെ പ്രസ്ഥാനത്തിന്റെ ഓളങ്ങളിൽ നിന്നാണ് ഇത്തരമൊരു അക്രമത്തിന്റെ പ്രസ്ഥാനത്തെ, അനാവശ്യ പ്രസ്ഥാനത്തെ, അനിസ്ലാമികമായ ജീവിത ചുറ്റുപാടുകളിലൂടെ കടന്നുപോകുന്ന പ്രസ്ഥാനത്തെ വലിയണമെന്ന് എനിക്ക് തോന്നിയത്. അത്തരം അനുഭവങ്ങളുടെ പാഠങ്ങളെ എന്റെ ചിന്തയുടെ ബുദ്ധിയുടെ എന്റെ ചിന്തയിലൂടെ ഞാൻ ഇങ്ങനെ ഒരു നിരീക്ഷണത്തിന്, ഒരു പുനർവിചിന്തനത്തിന് തയ്യാറായപ്പോഴാണ് ആ ഓർമ്മകൾ തിരിച്ചു വരുന്നതും ആ പ്രസ്ഥാനത്തെ വിട്ടൊഴിഞ്ഞ് പുറത്തു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയതൊക്കെ അങ്ങനെയാണ്. ഞാൻ ഓർക്കുകയാണ്, അറിവുകൊണ്ട് അത്ഭുതങ്ങൾ വിരിയിച്ച പ്രിയപ്പെട്ട ശംസുൽ ഉലമ അവരെക്കുറിച്ച് ഒരു കാലഘട്ടത്തിൽ ഇവിടെ പലരും പറഞ്ഞിരുന്നത് ശംസുൽ ഉലമക്ക് ആദർശത്തിൽ പിഴച്ചു എന്നാണ്. ആരാണ് ശംസുൽ ഉലമ? ഇവിടെ വിശദീകരിക്കപ്പെട്ടു. അജ്മീർ മൗലൂദ് രചിച്ചിട്ട് ആ മൗലൂദിൽ സുബ്ഹിയുടെ ബാങ്ക് കൊടുക്കുമ്പോ ആ ബാങ്കിന്റെ അവസാനത്തെ കലിമയോടൊപ്പം ഒരാൾ കലിമ ചൊല്ലി മരിക്കുന്ന ആളുടെ പ്രത്യേകത പറഞ്ഞ് തിങ്കളാഴ്ചയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവിടെ വിശദീകരിച്ചു അത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ പ്രത്യേകതയാണെന്ന്. സ്വന്തം ശംസുൽ ഉലമ രചിച്ച മൗലൂദിൽ അഥവാ അജ്മീർ മൗലൂദിൽ അജ്മീർ ഹാജ തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അവിടുത്തെ മഹത്വം ആ മൗലൂദിലൂടെ പഠിപ്പിച്ച മഹാനാണ് ശംസുൽ ഉലമ. പക്ഷേ വരച്ചു വെച്ച്, എഴുതി വെച്ച്, ചൊല്ലിപ്പഠിപ്പിച്ച്, പറഞ്ഞു പഠിപ്പിച്ച്, പാടി പഠിപ്പിച്ച് ഒരു കൊണ്ട് ആ മൗലൂദുകൾ ചൊല്ലിച്ച അതേ ശംസുൽ ഉലമ ജീവിതത്തിൽ അത് സ്വയം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അണിഞ്ഞിട്ട് വഫാത്തിനെ പുൽകിയ മഹാനാണ്. ആ ശംസുൽ ഉലമയെ ജീവിതകാലത്ത് വഴിപിഴച്ചു എന്ന് പറഞ്ഞവർ, അങ്ങനെ പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചവർ, ശംസുൽ ഉലമക്ക് വഴിപിഴച്ചുകൊണ്ട് സമസ്തയുടെ പാത, ആ പാതയിലല്ല ശംസുൽ ഉലമയുള്ളത് എന്ന് പറഞ്ഞ് ശംസുൽ ഉലമയെ ഞങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു നടന്നവർ, അവർ ശംസുൽ ഉലമയുടെ മഹത്വത്തെ ധിക്കരിച്ചു കാണിച്ചതിന്റെ, തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഫലമായിരുന്നു ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ നാട്ടിലേക്കും വന്നു വീണ ആ മുളക് പൊടിക്കെട്ട്. പാവപ്പെട്ട കുറെ ആളുകൾ തെറ്റിദ്ധരിച്ചു. ശംസുൽ ഉലമ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം, ബഹുമാന്യരായ പാണക്കാട്ട് തങ്ങൾ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങൾ, ഇത് രണ്ടും രാഷ്ട്രീയവും മതപരവുമായ ഈ പ്രസ്ഥാനങ്ങൾ രണ്ടും അത് ഇസ്ലാമികമല്ലെന്ന് ബോധ്യപ്പെടുത്തുകയും തെറ്റായ ചിന്തകൾ ഉണ്ടാക്കുകയും ചെയ്ത് കുറെ ചെറുപ്പക്കാരെ വഴിമാറ്റി നടത്തിയതിന്റെ ഫലമായിരുന്നു ആ കണ്ട പ്രവർത്തനങ്ങളൊക്കെ അക്കാലത്തുണ്ടായത്. അതാണ് പിന്നീട് വളർന്നു വന്നത്. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ഒരു സമൂഹത്തിൽ തെറ്റായ ഒരു ദിശ കാണിച്ചു കൊടുത്ത് മുന്നോട്ട് പോയി. അപ്പോഴാണ് ശംസുൽ ഉലമയുടെ കറാമത്തുകൾ ലോകത്ത് കണ്ടുവരുന്നത്. ശംസുൽ ഉലമയുടെ ജീവിതകാലത്ത് ഇവർ ആ കറാമത്ത് കണ്ടിട്ടില്ല, പറയുന്ന ഞാനും കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെ ഒന്നും കാണാതെ വന്ന ആ ശംസുൽ ഉലമയെ അവിടുത്തെ വഫാത്തിന് ശേഷം അത്ഭുതങ്ങൾ ഇവർ തന്നെ സ്വയം അനുഭവിക്കാൻ തുടങ്ങിയപ്പോ അതിനെ നിഷേധിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഔലിയാക്കളുടെ പ്രത്യേകത എന്താണ്? ഔലിയാക്കളുടെ പ്രത്യേകതയായി മഹാന്മാർ രേഖപ്പെടുത്തുന്നത് ജീവിതകാലത്ത് അവരെ വിമർശിച്ചവർ തന്നെ വഫാത്തിന് ശേഷം അവരെ പുകഴ്ത്തി പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ ലോക ചരിത്രത്തിൽ കാണാം, കിതാബുകളിൽ കാണാം. അതിന്റെ ഭാഗമാണിതും. ശംസുൽ ഉലമക്ക് ജീവിതത്തിൽ ഈമാനികമായി പിഴവ് സംഭവിച്ചു, ബിദ്അത്തുകാർക്കൊപ്പം ചേർന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ച ഈ വിഭാഗം, ആ വിഭാഗത്തിന് ശംസുൽ ഉലമയെ എന്താണോ ആക്ഷേപിച്ചത് അത് അവരുടെ ജീവിതത്തിലെ പഥ്യമായി മാറുന്നൊരു ചുറ്റുപാടിലേക്ക് അവർ എത്തിപ്പെട്ടു. പിന്നീട് ശംസുൽ ഉലമ വലിയൊരു മഹാൻ കോഴിക്കോട് മുതലക്കുളത്ത് പ്രസംഗിക്കാൻ വന്നു ശരീഅത്ത് സമ്മേളനത്തിൽ. ആരാണ് വന്നത്? ലോകത്തെന്നറിയപ്പെട്ട തൂലികാനാമം അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നത് അലീമിയാൻ എന്ന പേരിലാണ്. അബുൽ ഹസൻ അലി നദ്വി എന്ന മഹാനവർകൾ കോഴിക്കോട് മുതലക്കുളത്ത് വന്നപ്പോ അദ്ദേഹം ബിദ്അത്തുകാരനാണ്, അദ്ദേഹത്തോടൊപ്പം യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ശംസുൽ ഉലമ വേദി പങ്കിട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഒരാരോപണം ഉന്നയിച്ചതെങ്കിൽ ആ ആരോപണം ഉന്നയിച്ചവർ പിൽക്കാലത്ത് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതേ മഹാനവറുകളുടെ മുന്നിൽ പോയിരുന്നുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന് ഗൾഫിൽ നിന്ന് പണം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഒപ്പില്ലാതെ കിട്ടില്ല, കൊണ്ട് മഹാനരെ നിങ്ങളുടെ ഒപ്പ് വേണമെന്ന് പറഞ്ഞ് ഒപ്പ് വാങ്ങിപ്പോകുന്ന ഗതികേടിൽ നിന്ന് ആരംഭിച്ചു. അവിടത്തെ കുറിച്ച് പറഞ്ഞതാണ്. പിൽക്കാലത്ത് കുറച്ചു വർഷം കഴിഞ്ഞപ്പോ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മാസികയുടെ, അൽ ഇർഫാദ് മാസികയുടെ മരണപ്പെട്ടുപോയി ഒരു ദായിയായിരുന്നു
ഒരുപാട് ദീനി ദഅവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച PMK ഫൈസി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പോയിട്ട് മൗലാനയുടെ മുന്നിൽ, അലീമിയാന്റെ മുന്നിൽ ഇരുന്നു. എന്നിട്ട് അവിടുന്ന് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഇജാസത്തുകൾ സ്വീകരിച്ചു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, 4 ത്വരീഖത്തുകൾ ഇജാസത്ത് നൽകാൻ, സിക്ർ നൽകാൻ പ്രാപ്തനായ ആത്മീയ നേതാവാണ്. വാങ്ങിപ്പിടിച്ച് അപ്പോഴും ആ കുറെ ആളുകൾ അല്ലാഹു അക്ബർ അതിനും ചൊല്ലി. ഒരു കാലത്ത് ഈ മഹാനവറുകൾ അലീമിയാൻ ബിദ്അത്തുകാരനാണെന്ന് പറഞ്ഞവർ തന്നെയാണ് 6 വർഷത്തിന് ശേഷം ഇദ്ദേഹം നേരിട്ട് കണ്ടിട്ട് അദ്ദേഹം മഹാനാണെന്ന് എഴുതിയ ആ എഴുത്തിനെ, മുഖദർപ്പണം എന്ന പേരിൽ എഴുതിയ ആ ലേഖനത്തിലെ ആ വാക്കുകൾ എടുത്തു വെച്ചിട്ട് ഇവർ പിന്നെ തക്ബീർ ചെല്ലുന്നവരായി മാറി. ആദ്യം പറഞ്ഞതിനെ കൊല്ലം മാറ്റിവെക്കുക. രാഷ്ട്രീയത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, രാഷ്ട്രീയത്തിൽ പോലും കാണുന്ന മാന്യതയുടെ അംശം പോലും ഇവരിൽ കാണില്ല എന്നർത്ഥം. എന്നിട്ട് പിന്നീട് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ ശംസുൽ ഉലമയെ വിമർശിച്ചത് എന്താ കാരണം? ശംസുൽ ഉലമ ബിദ്അത്തുകാരോട് അവരോട് യോജിച്ചു എന്ന് പറയാൻ പറഞ്ഞ കാരണം എന്താ? അന്നത്തെ പാഠപുസ്തകത്തിൽ ബിദ്അത്തുകാരായ മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള ബിദ്അത്തുകാരോട്, പുത്തംവാദികളോട് സലാം ചെല്ലാൻ പാടില്ല എന്നൊരു പാഠഭാഗമുണ്ടായിരുന്നു. ഇന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർ, അതിന്റെ പണ്ഡിതന്മാർ, അതിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ അത് പാടില്ലെന്ന് പഠിപ്പിക്കുന്നവരും അത് ജീവിതത്തിൽ പകർത്തുന്നവരുമാണ്. പണത്തിന് വേണ്ടിയായാലും, ജോലിക്ക് വേണ്ടിയായിരുന്നാലും, സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നാലും, എന്തിനു വേണ്ടിയായിരുന്നാലും അത് പാടില്ലെന്ന് ഇപ്പോഴും പറഞ്ഞ് പ്രചരിപ്പിച്ച് പഠിപ്പിച്ച് ജനങ്ങൾക്ക് അതിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്നവരുമാണ് സമസ്തയുടെ നേതാക്കൾ. അവർ കാലങ്ങളുടെ പേരിലോ ത്തിന്റെ പേരിലോ സമയങ്ങളുടെ പേരിലോ അത് മാറ്റിവെച്ചിട്ടില്ല, ആ ആശയത്തെ മാറ്റിവെച്ചിട്ടില്ല. പക്ഷെ ശംസുൽ ഉലമ എന്ന് പറഞ്ഞിരുന്ന ഒരു കുറ്റം, ശംസുൽ ഉലമയുടെ പേരിൽ അന്ന് പറഞ്ഞ കുറ്റം എന്താണ്? ഈ പാഠപുസ്തകം എടുത്തുമാറ്റി പാഠപുസ്തകത്തിലെ ഈ ഭാഗം ഒഴിവാക്കിയിട്ട് അവിടെ ബിദ്അത്തുകാരോട് ബന്ധമുണ്ടാക്കാൻ വേണ്ടിയാണ് ശംസുൽ ഉലമ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ശംസുൽ ഉലമ ബിദ്അത്തുകാരോട് ചേർന്നു. സത്യത്തിൽ എന്തായിരുന്നു അത്? സത്യത്തിൽ അത് ശംസുൽ ഉലമ പിന്നീട് ഞാൻ അന്വേഷിച്ചു. എന്റെ സത്യത്തിലേക്കുള്ള വഴി ഇങ്ങനെ തെളിഞ്ഞു വരുന്നൊരു കാലത്ത് ഇത് മുഴുവൻ പഠിച്ചു, ഓരോരുത്തരെയും കണ്ടു, നേരിൽ പഠിക്കാൻ ശ്രമിച്ചപ്പോ അതിന്റെ വ്യക്തമായ തെളിവും രേഖകളും ലഭിച്ചു. ശംസുൽ ഉലമ പറഞ്ഞെന്താ? ശംസുൽ ഉലമ പറഞ്ഞത്, മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള പുത്തംവാദികൾ എന്ന് പറഞ്ഞാൽ തെക്കൻ കേരളത്തിലെത്തിയാൽ തബ്ലീഗ് ജമാഅത്തുണ്ട്. ഒരുപാട് നമ്മൾ കണ്ടില്ലേ, ആലുവ യൂസുഫ് സുൽത്താനോ എന്തോ ഏത് താനായാലും വേണ്ടില്ല, അങ്ങനെ ഒരു ശൈഖ് വന്നത് കണ്ടു. ഇതുപോലെ ബിദ്അത്തിലേക്ക് ചേരുന്ന ഒരുപാട് ഘട്ടങ്ങൾ, ഒരുപാട് ആളുകൾ, ഒരുപാട് ഗ്രൂപ്പുകൾ ഈ സമൂഹത്തിലുണ്ട്, ഇപ്പോൾ തന്നെയുണ്ട് എന്ന് ശംസുൽ ഉലമ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വരും കാലത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവും, ഒരുപാട് വിഭാഗം ഉണ്ടാവും. അപ്പൊ പിന്നെ ഇത് 2 മാത്രമാണെന്ന്. പാഠപുസ്തകമാണ്. പാഠപുസ്തകം എന്ന് പറഞ്ഞാൽ ഗൈഡ് എന്നല്ല അർത്ഥം. പാഠപുസ്തകം പഠിപ്പിക്കുന്നത് അധ്യാപകരാണ്, കുട്ടികളല്ല പഠിപ്പിക്കുക. കുട്ടികൾ നേരിട്ട് പഠിക്കുകയുമല്ല ചെയ്യുക. അത് പഠിപ്പിക്കുന്ന അധ്യാപകൻ ഈ പുത്തൻവാദികളോട് സലാം ചെല്ലാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഭാഗമെത്തുമ്പോ ഏതൊക്കെ വിഭാഗമാണ് അന്നുള്ളത് എന്ന് വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പാഠപുസ്തകത്തിന്റെ ശാസ്ത്രീയമായ ശൈലി അതാണെന്ന് വിദ്യാഭ്യാസ വിചക്ഷണൻ കൂടിയായ ശംസുൽ ഉലമ സമസ്തയുടെ മീറ്റിംഗിൽ വിശദീകരിച്ചു കൊടുത്തു. അത്രേ. അന്നിവർ പരിഹസിച്ചു. പക്ഷേ ഇന്ന് 25 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ശംസുൽ ഉലമ അന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുന്നു. ഇന്നെങ്ങാനും നമ്മൾ ബിദ്അത്തുകാരെ പേരെഴുതുകയാണെങ്കിൽ ഒരു പാഠപുസ്തകം 15 ഗ്രൂപ്പ് എങ്ങാനുണ്ട്. നിരന്തരം ഗ്രൂപ്പാണ്. മുജാഹിദ് ഒരു ബസ്സിൽ കയറി ഒരു സമ്മേളനത്തിലേക്ക് പോവുകയാണെങ്കിൽ സമ്മേളന നഗരിയിൽ എത്തുന്നതിന് മുമ്പ് 3 ഗ്രൂപ്പാവും. ഏതെങ്കിലും ഒരു പാലത്തിന്റെ അടുത്തെത്തിയാൽ സക്കരിയ സലാഹിനെ പോലൊരു മൗലവി ഉണ്ടാവും. അയാൾ പറയും, ജിന്ന് സഹായിക്കുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ജിന്ന് നമ്മളെ സഹായിക്കും. നമ്മളെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്തായിട്ട് ജിന്നുണ്ടാവും. സക്കരിയ സലാഹിയുടെ പ്രസംഗമാണ്. അപ്പൊ നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. മീൻ പിടിക്കാൻ പുഴക്കരക്ക് പോയിരിക്കുമ്പോ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ മീനായിരിക്കും കുടുങ്ങിയിട്ടുണ്ടാവും, ഒരു മുജാഹിദ് മീനാന്ന് കരുതിക്കോളൂ. ആ മീൻ കുടുങ്ങിയിട്ട് നമ്മൾ വലിക്കുന്ന സമയത്ത് മീനിന്റെ ശക്തി കൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴാണ്. അങ്ങനെ മറിഞ്ഞു വീഴുമ്പോ മീന് പിടിക്കാൻ പോയ നമ്മൾ വെള്ളത്തിൽ മുങ്ങിത്താഴുമെന്ന് തോന്നുമ്പോ, എടാ ജിന്നെ എന്റെ കൈയൊന്ന് പിടിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ മറിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളായ ജിന്നുകൾ നമ്മളെ കൈ പിടിക്കും. എങ്ങനെ? മീൻ പിടിക്കുമ്പോ വീണാ പിടിക്കും നമ്മളെ.
ഇതേ കൗമാണ് പറയുന്നത്, നമ്മള് ജിന്നിങ്ങനെ നടന്നു പോകുമ്പോ ഏതെങ്കിലും തെങ്ങിന്റെ ചുവട്ട് നിൽക്കുമ്പോ തേങ്ങ റോഡിലൂടെ നടന്നു പോവാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇങ്ങനെ പോകുമ്പോ സൈഡിൽ നിന്നൊരു വാഹനം വരുന്നു, നിങ്ങളെ തട്ടാൻ പോവാണത്. ആക്സിഡന്റ് ഉണ്ടാകുമെന്ന് തോന്നുന്ന ആ നിമിഷത്തിൽ ജിന്ന് നിങ്ങളെ കൈപിടിച്ച് സൈഡിലേക്ക് മാറ്റും, നിങ്ങളെ സഹായിക്കും. അലാറത്തിന് പകരം ജിന്നിനെ പറ്റുമെന്ന് അവരുടെ വിശ്വാസം. രാവിലെ നിങ്ങൾക്ക് സുബ്ഹിക്ക് എഴുന്നേൽക്കണമെങ്കിൽ നല്ലൊരു ജിന്ന് കൂട്ടിനുണ്ടായാൽ മതി, അത് സുബ്ഹിക്ക് വിളിച്ചോളും നിങ്ങളെ എന്ന് പറയുന്നവരാണിവർ. ഇതിനൊന്നും നിഷേധിക്കല്ല ഞാൻ. ഇങ്ങനെയൊക്കെ ജിന്നിന് സുഹൃത്താവാനും സഹായിക്കാനും പറ്റുമെന്ന് സുന്നി ഒരു കാലത്ത് പറഞ്ഞപ്പോ നമ്മെ പരിഹസിച്ചവരാണിവർ. അന്ന് നമ്മളെ പറ്റി പറഞ്ഞു, ഇവർക്ക് ബുദ്ധിയില്ല, ഇവർ ഏതോ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരാണ് എന്ന് നമ്മളെപ്പറ്റി പറയുന്ന ആളുകള്. നമ്മൾ പുരോഗമിച്ച് ഇന്ന് നമ്മളെ പ്രസംഗകരായ ഉസ്താദുമാർ ലാപ്ടോപ്പ് നോക്കിയിട്ട് പ്രസംഗിക്കാം. ആദർശപരമായ പഴമയിൽ നിലനിന്നുകൊണ്ട് തന്നെ ഭൗതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ സുന്നികൾ ഒരിക്കലും പിന്നിലല്ല, അത്രയും മുന്നേറിയിട്ടുണ്ട്. ഇവരാരുള്ളത് ഇല്ലാത്ത പേര് ആരുള്ളത്? വിദേശക്കാർക്ക് ആരുമില്ല. സമസ്തയുടെ പ്രവർത്തനത്തിന്റെ ഫലമാണിത്. മതരംഗത്തും ഒരു ഫൈസിയ പ്രസംഗിച്ചത്, പട്ടിക്കാട് ജാമിയ നൂരിയിൽ നിന്ന് ബിരുദംസിയാണ്. ഈ ഫൈസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാലത്തിന്റെ മുന്നോട്ടു പോക്കിൽ സമുദായത്തിന് സമസ്ത നൽകിയ സംഭാവനകളാണിതൊക്കെ. അദ്ദേഹം മറ്റൊരാളും കൂടിയാണ്, അഡ്വക്കേറ്റും കൂടിയാണ്. പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കൃതത്തിൽ ചില ആളുകളുണ്ട് ഇതൊക്കെ പറയുമ്പോഴും സമരമാണ്. നേരത്തെ കേട്ടില്ലേ, മരമാണ് മരം, 40 മരം കുഴിച്ചിടുക, ഒന്നും പറയാനില്ല. സമസ്ത ഉണ്ടാക്കി വെച്ച വിദ്യാഭ്യാസ കോളേജിന്റെ പേര് പറയും നിങ്ങൾ. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ട് സമുദായത്തിൽ. നിങ്ങൾക്ക് പറയാനുണ്ടാവും, പിരിവിന് പ്രാധാന്യം കിട്ടുന്ന യതീംഖാനകൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് വലിയ കാര്യമൊന്നുമല്ല. ഉണ്ടാക്കിയതിന്റെ പകുതി നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. കമ്മീഷൻ കൊടുക്കേണ്ട ഏർപ്പാടാണ് ഇത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇതിന്റെ പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, ചെറുപ്പക്കാരായ ഒരുപാട് അഭ്യസ്ത വിദ്യവർ ഇന്ന് സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ അത്രയേറെയുണ്ട്. അപ്പൊ ഈ വിദേഹത്തുകാർ, ഇവർ ജിന്നുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനൊക്കെ പറഞ്ഞു നടന്ന ജിന്നിനെ നമ്മെ പണ്ട് പരിഹസിച്ചവർ ഇപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വിദേഹത്തുകാർ ഓരോ ദിവസവും പിളർന്ന് 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 കഷ്ണങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് കേരള കോൺഗ്രസ് പോലെയാണ്. ഇപ്പൊ അവിടുന്നൊക്കെ വിട്ടു. കേരള കോൺഗ്രസിന്റെ 2 ഇരട്ടിയായിപ്പോയി. ഇപ്പൊ ഇനി അതും പറയാൻ പറ്റില്ല. ഇനി കേരള കോൺഗ്രസിന് വേണമെങ്കിൽ ഇതിനോട് ചേർത്താം. മുജാഹിദിനെ പോലെയാണ് കേരള കോൺഗ്രസ് എന്ന് വേണം പറഞ്ഞു വരാം, ഇനി ഭാവിയിൽ പിളരുകയാണെങ്കിൽ. അല്ലാതെ മുജാഹിദിനോട് ഇനി പിളർപ്പിലും മറ്റൊന്നിനും സാമ്യപ്പെടുത്താൻ കഴിയില്ല. ആ വിധത്തിലെത്തി. കാരണം എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ മുജാഹിദുകളുണ്ട്. സംവാദങ്ങളിലും വാദപ്രതിവാദങ്ങളിലൊക്കെ ഒന്നിച്ച് സ്റ്റേജിൽ വേദി പങ്കിടുന്നവരായതുകൊണ്ട് ഒരുപാട് ആളുകൾ വ്യക്തിബന്ധം പുലർത്തുന്ന ആളുകളുണ്ടാവും. ആദർശപരമായ ബന്ധം തന്നെയാണ്. ആദർശപരമായി അവരോട് സംവദിക്കുന്ന ബന്ധം. അവരോടൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ അവരൊന്നും മറുപടി പറയാറില്ല. കേരളത്തിലെ അവസ്ഥ അതാണ്. ഇപ്പൊ കേരളത്തിലെ മുജാഹിദ് എവിടെയെങ്കിലും പ്രസംഗിച്ചാൽ സമസ്തയുടെ പ്രവർത്തകർ മറുപടി പറയും. അത് സമസ്ത പഠിപ്പിച്ച പാരമ്പര്യത്തിന്റെ പൈതൃകമാണ്. ശംസുൽ ഉലമയാണ് അത് തുടങ്ങിവെച്ചത്. ശംസുൽ ഉലമ തുടങ്ങിവെച്ച പാരമ്പര്യത്തെ ഇവിടെ അതിനു മുമ്പേ ഉണ്ടെങ്കിലും ശംസുൽ ഉലമ തുടങ്ങിവെച്ച പുതിയൊരു പാതയുണ്ട് വിദ്യാർത്ഥിനെതിരെ. ആ പാതയാണ് സമസ്ത ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾക്ക് പകരം 1-2 ചോദ്യങ്ങൾ കൊണ്ട് വിദ്യാർത്ഥിനെ കശക്കിയെറിയാൻ കഴിയുന്നവരാണ് സമസ്തയുടെ പണ്ഡിതന്മാർ. നമ്മൾ കണ്ടില്ലേ, ഈ കഴിഞ്ഞ 1-1.5 കൊല്ലത്തിനിടയിൽ 2 വാദപ്രതിവാദം നമ്മുടെ കേരളത്തിലും കേരളത്തിന്റെ ബോർഡറിലായിട്ട് നടന്നു. ഒന്ന് മംഗലാപുരത്താണ്, ഒന്ന് ഈ അടുത്ത് പേരാമ്പ്രയിലാണ്. 2 വാദപ്രതിവാദങ്ങൾ മാത്രമേ ഔദ്യോഗികമായി സംഘടനകൾ തമ്മിൽ, മുജാഹിദും സുന്നിയും തമ്മിൽ നടന്നിട്ടുള്ളൂ.
അത് സമസ്തയുടെ സംഘടനാ ബലം അവിടെ കണ്ടിട്ടുണ്ട്, ആദർശ ബലം കണ്ടിട്ടുണ്ട്. സമസ്ത മുശാവറയാണ് ആ സംവാദത്തിൽ പങ്കെടുത്തത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ SKSSF-ന്റെ അതിന്റെയും കീഴ്ഘടകമായ ഇസ്തിഖാമയിലെ യുവ പണ്ഡിതന്മാരാണ് അവിടെ ഏറ്റുമുട്ടിയത്. ബിദ്അത്തുകാരിലെ വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒരുപാട് പേർ ഒന്നിച്ചിരുന്നു. അവരുടെ പഴയകാല തലമുറയിലെ വലിയ പണ്ഡിതന്മാർ വരെ ഇരുന്നിട്ട് പോലും അവരുടെ സംവാദത്തിൽ നിന്ന് അവർക്ക് പിടിച്ചു നിൽക്കാൻ സുന്നത്തെ മാത്രം കഴിഞ്ഞില്ല. അപ്പൊ ഇന്നും എന്നും എക്കാലത്തും സമസ്തയുടെ ആദർശം പറയുന്നവർ ഇവിടെ മാത്രമുള്ളൂ. മറ്റ് സമസ്ത എന്ന് പറയുന്ന പേരുകൾക്ക് പലപ്പോഴും മറ്റു പല സംസ്ഥകളെ പോലെയും ഏതെങ്കിലും പുറത്തേക്ക് തള്ളുക എന്നല്ലാതെ അതിനെ ഈ സമുദായത്തിന്റെ പട്ടികയിൽ ചേർത്താൻ നമുക്ക് പറ്റില്ല. അങ്ങനെ സമസ്ത ആദർശം പറയുന്നത് ഇവിടെയാണ്. മുജാഹിദുകളുടെ അവസ്ഥയാണെങ്കിലോ അവർക്ക് ആദർശം പറയാൻ കഴിയുന്നില്ല. അവരെങ്ങാനും ഒരു വേദിയിൽ വന്നിട്ട് ആദർശം പറയാൻ തുടങ്ങിയാൽ മുജാഹിദിന്റെ മറുഗ്രൂപ്പ് അവിടെ വരും. എന്നിട്ട് ചോദിക്കും ജിന്ന് ഒന്നും പറയില്ല. ഇനി മലക്ക് എന്ന് പറഞ്ഞാലോ വേറൊരു ഗ്രൂപ്പിന് അത് പ്രശ്നം. മലക്കിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ? മലക്ക് കേൾക്കൂല എന്നാണ് ഇവരെ വാദം. അപ്പൊ മലക്കിനോട് ചോദിച്ച മലക്ക് ഇങ്ങോട്ട് പറയും അങ്ങോട്ട് പറയും, അതൊക്കെ കേൾക്കും. മലക്കിനെ ഏൽപ്പിച്ച ഡ്യൂട്ടി പറയുമ്പോൾ കേൾക്കും, മറ്റു സമയത്തൊന്നും കേൾക്കില്ല. എന്തൊക്കെയോ പുതിയ വിചിത്രവാദങ്ങളാണ്. എന്നിട്ട് ഇവരെ അതിനെക്കുറിച്ച് ചർച്ച നടത്താൻ പഴയ യുക്തിവാദികളെ പോലെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അതുപോലെ മുജാഹിദ് ഇപ്പൊ തമ്മിൽ തല്ലാണ്. ഇങ്ങനെ മുജാഹിദ് ഒരു പരിപാടി നടത്തിയാൽ ചോദ്യങ്ങളെ ശരായിരിക്കും, അവിടെ പ്രശ്നങ്ങളായിരിക്കും. ഇനി മറ്റൊരു വിഭാഗം ഉണ്ടല്ലോ, സംസ്ഥയിൽ നിന്ന് വിഘടിച്ചുപോയ എന്റെ പഴയ കൂട്ടുകാരുടെ ആ കൂടാരം. അതിന്റെ അവസ്ഥ എന്താ? അവരെങ്ങാനും ഒരു പൊതുപരിപാടി നടത്തിയാൽ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അവിടെ പോയി ചോദ്യം ചോദിക്കാൻ നിന്നാൽ ആദ്യത്തെ ആമുഖം എന്തായിരിക്കും? ഉടലിന്റെ മേൽപോട്ടേക്കുള്ള ചോദ്യം പാടില്ല. അവിടെയാണല്ലോ തലപിടുക, തലയിലാണല്ലോ മുടിയുള്ളത്. അപ്പൊ അവിടുന്ന് മേലോട്ടേക്കുള്ള ചോദ്യം പാടില്ല. അപ്പൊ എന്ത് പറ്റും? വധുവിനെ കുറിച്ച് ചോദിച്ചോളൂ, മുഖം കഴുകുന്നതിന്റെ മേലോട്ട് ചോദിക്കരുത്. അത് ചോദിച്ചു വരുമ്പോൾ മുടിയിലാവുന്നതിനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഉത്തരം എങ്ങോട്ടെങ്കിലും വഴിമാറിയാലോ എന്ന് ചോദിച്ചിട്ട് ആ വിധത്തിൽ ചോദ്യമൊന്നും പാടില്ല. മുഖാമുഖത്തിലെ അവസ്ഥയാണിപ്പോ. മാത്രമല്ല, മുഖാമുഖത്തിന് പോകുമ്പോൾ 2 വണ്ടിയാണ് മുഖാമുഖത്തിന് പോവാ. ഒന്ന് പണ്ഡിതന്മാരിയ്ക്കുന്ന വണ്ടി, അതിൽ കിതാബൊക്കെ ഉണ്ടാവും, അടയാളം വെച്ച കിതാബ് ഉണ്ടാവും. ചോദ്യം ആദ്യം തന്നെ തീരുമാനിച്ചുകൊണ്ട് ഉത്തരം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അവിടെ കിതാബിൽ അടയാളം വെച്ച് പോവും. തൊട്ടുബേക്കൽ ചോദ്യകർത്താക്കളെ വണ്ടിയാണ്. ചോദ്യകർത്താക്കൾ ഉസ്താദ്മാർ തന്നെയാണ്, മുത്തഅല്ലിങ്ങളാണ്, ശിഷ്യന്മാരാണ്. അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് പാന്റും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അവരെ കൊണ്ടുപോവാം. അല്ല എന്ന് പറയാൻ വാ. ഈ അടുത്ത് നടന്ന മുഖാമുഖങ്ങളിലെ ഫോട്ടോ കാണിച്ചു തന്നിട്ട് ഞാൻ പറഞ്ഞു തരാം അയാൾ എവിടെ പഠിക്കുന്ന ആളാണെന്ന് പറഞ്ഞു തരാം, അങ്ങനെയുള്ള ചോദ്യകർത്താക്കളെ. പക്ഷേ നമ്മുടെ പ്രവർത്തകർ ചോദിക്കാൻ പോയാലും പറ്റില്ല. ആരാണ് ഈ പറയുന്നത്? സമുദായത്തിന്റെ നേരെ വന്ന് SKSSF-നെതിരെ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. ഇവിടുത്തെ പരിസരങ്ങളിൽ പോലും, ഈ നാട്ടിലും പരിസരത്തും പല സ്ഥലത്തും കേരളത്തിലും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാനും ഉണ്ടായിരുന്നല്ലേ നിങ്ങളുടെ കൂടെ വേദിയിൽ, ഞാനും പങ്കെടുത്തിട്ടില്ലേ? നമ്മൾ കുറെ പറഞ്ഞതല്ലേ, കുറെ ചോദിച്ചതല്ലേ സമസ്തയുടെ പ്രവർത്തകരോട്, SKSSF-നോട്, മുജാഹിദിനോട്. അമ്മികൊത്താനുണ്ടോ എന്ന് ചോദിച്ചു നടക്കും പോലെ വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചു നടന്ന ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ അതില്ല, ഇപ്പൊ അമ്മില്ല, ഒക്കെ ജ്യൂസ് മെഷീനും ഗ്രൈൻഡറുമാണ്. കൊത്തുന്ന പരിപാടി ഇപ്പൊ ഇല്ല, നിർത്തി. ആ അവസ്ഥയിലാണ്. ഇപ്പൊ ചോദ്യങ്ങൾ പാടില്ലത്രേ, മുഖാമുഖങ്ങൾ ഇല്ലത്രേ. ഞാൻ ഒരുപാട് ചോദിച്ചു. കേരളം മുഴുവൻ നടന്നു, ദ്വീപിൽ പോയി, കർണാടകയിൽ പോയി, തമിഴ്നാട്ടിൽ പോയി. ഈ പ്രദേശങ്ങളിലൊക്കെ ഞാൻ പോയി പ്രസംഗിച്ചു. ശൈഖുന പോകുന്നിടത്തൊക്കെ ഞാനും പോകും. കാരണം മൂപ്പരെന്നെ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ച സ്ഥലത്തൊക്കെ തിരുത്താൻ പോണല്ലോ. അങ്ങനെയൊക്കെ പോയി പ്രസംഗിച്ച് എവിടെ വന്നാലും കർണാടകയിലെ ആസന ജില്ലയിൽ പോയി, അവിടെ അങ്ങേയറ്റത്ത്, കർണാടകയുടെ അങ്ങേയറ്റത്ത് പോയി. അവിടെ ബഹുമാനപ്പെട്ടവരൊരു യാത്ര നടത്തിയിരുന്നു. കർണാടക യാത്ര എന്നാണ് അതിന്റെ പേര്. കർണാടകക്കാർ അതിനെപ്പറ്റി പറയാറുള്ളത് കർണാടക ജാത്ര എന്നാ. ജാത്ര എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷയിൽ ഉത്സവം എന്നാണ് അർത്ഥം. അതൊരു ഉത്സവമായിരുന്നു, ഒരു വാഹനം. എന്നിട്ട് മൂപ്പർക്ക് ഉയരണം തോന്നിയാൽ വണ്ടി ഇങ്ങനെ പൊങ്ങും. മൂപ്പർക്ക് ഉയരണം തോന്നിയാൽ, ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് ഉയരണമെന്ന് തോന്നിയാൽ വണ്ടി ഇങ്ങനെ ഉയരും. ഉയർന്നിട്ട് മൂപ്പരിങ്ങനെ കൈയടയാളം കാണിക്കും. കണ്ടാ ദൂരം തോന്നുന്ന തെരഞ്ഞെടുപ്പ് എടുത്തിട്ടുണ്ട്, മൂപ്പര് ചിഹ്നം കൈയാണെന്നാ. ഇങ്ങനെ ആക്കൂ, എന്നിട്ടങ്ങനെ ഇരിക്കും. പാവപ്പെട്ട കർണാടകയിലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ജീവിക്കുന്നവർ, വീട്ടിൽ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പിഞ്ചു കുട്ടികളുള്ള വീടുകൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോയിട്ടൊരു നല്ല ശുദ്ധവെള്ളം പോലും കുടിക്കാനില്ലാതെ കഷ്ടപ്പെടുന്നവർ, മഴ വന്നാൽ ചോർന്നൊലിക്കുന്ന വീട്ടിനകത്തിരിക്കുന്ന പാവപ്പെട്ടവർ ഞാൻ കണ്ടിട്ടുണ്ട് ആ പ്രദേശത്ത്. അവിടെയുള്ളവരൊക്കെ കേട്ടു, ഒരു വലിയ പണ്ഡിതൻ നമ്മുടെ നാട്ടിലൂടെ ഒരു യാത്ര നടത്തുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു.
അവരെല്ലാം വന്ന് റോഡിന്റെ അരികുകളിൽ കാത്തിരുന്നു. സഹോദരന്മാർ, സഹോദരിമാർ, കുട്ടികളുമൊക്കെയായി വന്ന് കാത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാതയിലൂടെ പോകുന്ന ഒരു പാരമ്പര്യ പണ്ഡിതനെ കാണാൻ കർണാടകയിലെ മലയാളം അറിയാത്ത, ഉറുദുവും അറിയാത്ത, പ്രാദേശിക ഭാഷകൾ മാത്രം സംസാരിക്കുന്ന ആ പാവപ്പെട്ടവർ കാത്തിരുന്നു. പക്ഷെ അവർ കണ്ടത് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്റെ വരവ് പോലെ ഒരാൾ കടന്നു വരുന്നു. പണ്ഡിതന്റെ വരവല്ല. അവർക്ക് ഭക്ഷണമൊന്നുമില്ലെങ്കിലും പറഞ്ഞു കേട്ടൊരറിവുണ്ട്. അറബ് ലോകത്തെ ചക്രവർത്തിയായിരുന്ന ഒരു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ട അറിവ്. അവിടുത്തെ ഖലീഫയായ ഉമർ തങ്ങളുടെ ജീവിതത്തെ പഠിച്ചറിഞ്ഞ ചെറിയൊരു അറിവ് അവർക്കുണ്ടായിരുന്നു. അവരിങ്ങനെ തുലനം ചെയ്തു നോക്കി. ആ ബന്ധങ്ങളോട് ബന്ധപ്പെടുത്താൻ ഈ പ്രവർത്തകരെയോ ഈ പ്രവർത്തനത്തെയോ ഈ യാത്രയോ പെടുത്താൻ പറ്റൂല എന്നവർക്ക് മനസ്സിലായി. അവരങ്ങനെ നോക്കി നിൽക്കുകയല്ലാതെ വേറെന്ത് ചെയ്യാൻ? ഭക്ഷണത്തിന് പോലും അവസ്ഥയില്ലാത്ത പാവപ്പെട്ടവർ ജീവിക്കുന്ന പ്രദേശം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് മഹല്ലുകൾ അവിടെ പല സ്ഥലത്തും പോയപ്പോ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? മരിച്ചാൽ ആ നാട്ടിലെ സാധുക്കളുടെ അവസ്ഥ ഇൽമില്ലാത്തതിന്റെ പേരിലും കഴിവില്ലാത്തതിന്റെ പേരിലും ഒന്നുമില്ലാത്ത പട്ടിണിപ്പാവങ്ങളായ ആളുകൾ. ഒരാൾ മരിച്ചാൽ ഒരു കാലി പോലും അവിടെ ഉണ്ടാവില്ല. കാരണം എന്താ? കാലിക്ക് ശമ്പളം കൊടുക്കാൻ അവരുടെ കയ്യിൽ ക്യാഷില്ല. ജുമാ നിസ്കാരം ഒരു സ്ഥലത്ത്, ഞാൻ ചെല്ലുന്ന ഒരു സ്ഥലത്തും ഞാനും ഒരു ഉസ്താദ്, ഞങ്ങൾ രണ്ടുപേർ ചെന്നു. ഞങ്ങൾ ചെല്ലുന്നോണ്ടൊരു ഉസ്താദ് വരുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് 3 മണിയുടെ തൊട്ടടുത്താണ് ജുമാ നിസ്കാരം നടക്കുന്നത്. 3 മണിയോട് അടുത്ത സമയത്ത് അതുവരെ അവർ കാത്തുനിന്നു. മിമ്പറിലേക്ക് കയറുമ്പോൾ ഞാൻ കണ്ട അത്ഭുതം, 4 കല്ലുകൾ ചേർത്ത് വെച്ച് കല്ലിന്റെ മേലെ കയറി നിൽക്കുക. അവിടെ ഒരു വടി കുത്തിപ്പിടിച്ച് ഇതുപോലെ മൈക്കുണ്ട്. അവിടെ ഖുതുബോദം മൈക്കുണ്ട്. മൈക്കിന്റെ ഈ സാധനം മാത്രമുണ്ട്, മൈക്ക് മാത്രമുണ്ട്, സ്റ്റാൻഡില്ല. ഒരു വടിയുടെ മേലെ ഇങ്ങനെ കെട്ടിവെച്ചിട്ട്, ഇന്നും എന്റെ കയ്യിൽ ആ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു സാധനം അവിടെ നിന്നിട്ട് ഖുതുബോദനം. പള്ളിയാണെങ്കിലോ മേൽക്കൂര തകർന്നതുപോലെയുള്ളൊരു പള്ളി. അതാണ് ആ നാട്ടിന്റെ അവസ്ഥ. 2 ആഴ്ചയിൽ ഒരിക്കൽ ജുമാ നടക്കുന്ന പ്രദേശം. അവിടെ കാളി വരില്ല, അവിടെ ഇൽമുള്ള ആളുകളില്ല, അവിടെ അറബി കൂട്ടി വായിക്കാൻ അറിയുന്നവരില്ലാത്ത 100 കണക്കിന് മഹല്ലുകളുണ്ട്. ഈ പ്രദേശത്തൂടെയാണ് അമ്പരചുംബിയായ വാഹനത്തിലൂടെ കടന്നു പോകുന്നത്. സുഖശീതളിമയിലൂടെ കടന്നു പോകുന്നത് കാണുമ്പോ അവർക്ക് അത്ഭുതങ്ങൾ തോന്നുന്നു. ഇതാരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റാണോ ഈ കടന്നു പോകുന്നതെന്ന് അവർ തെറ്റിദ്ധരിക്കാൻ മാത്രമായിരുന്നു ആ യാത്ര. 60,000 രൂപ ഒരു ദിവസം വാടക കൊടുത്തിട്ടൊരു വാഹനം ഓടുകയാണ്. എത്രയാ മൈലേജ്? 2 കിലോമീറ്റർ മാത്രം മൈലേജ് ഉള്ളൊരു വാഹനം 60,000-ന്റെയും 65,000-ന്റെയും ഇടയിൽ വാടക കൊടുത്ത് ഒരു വാഹനം ഓടുകയാണ് 10 ദിവസം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതേതൊരു സമുദായത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? ആ പ്രദേശങ്ങളിലെ ഒരു മഹല്ലിൽ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ചെന്നിട്ട് ആ മഹല്ലിൽ ഒരു മരണത്തെക്കുറിച്ച് അറിഞ്ഞു. മരണപ്പെട്ടപ്പോ കാളിയില്ലാത്തതിന്റെ പേരിൽ അവിടുത്തെ സ്ഥിരം നടക്കുന്ന പരിപാടി എന്താ? മയ്യത്ത് മറമാടും കുളിപ്പിക്കൂല. കാരണം എന്താ? കുളിപ്പിക്കാൻ അറിയുന്നവരില്ല. ഇനി അറിയുന്നവരുണ്ടെങ്കിൽ തന്നെ അവർക്ക് വിധി അറിയില്ല. അതുകൊണ്ട് തന്നെ കാളി വരാതെ കുളിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ കുളിപ്പിക്കാതെ അവിടെ മയ്യത്ത് മറമാടാൻ കുഴിയെടുത്ത് അതിനകത്ത് മണ്ണിട്ട് മൂടുക. ഒരാഴ്ച കഴിഞ്ഞാലേ കാളി എത്തുള്ളൂ. കാരണം ഒറ്റ കാളി ഉണ്ടാവുക 10-60 മഹല്ലിന്. കാളി തിരിച്ചു വരുമ്പോ കാളി അവിടെ എത്തിയിട്ട് കാളി ഇങ്ങനെ മരണ വീടുകൾ എവിടെയാന്നൊക്കെ ചോദിക്കുമ്പോ ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ട്. അവിടെ മൂപ്പര് കയറി ഒരു ദുആ നടത്തും. എന്നിട്ട് ആ കാളി നേരെ ഖബർസ്ഥാനിലേക്ക് വരും. അപ്പോൾ കുളിപ്പിക്കാതെ മറമാടിയ ഖബറുകൾക്ക് മുകളിൽ വലിയൊരു വടിക്കഷ്ണം കുത്തിവെച്ചിട്ടുണ്ടാവും അടയാളത്തിന്. കാളി വരുമ്പോ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുകൊടുക്കും അവിടെയുള്ള ആളുകൾ. കാളി ആ വെള്ളത്തില് എന്തോ ചൊല്ലി ഊതിയിട്ട് ആ വെള്ളം ഖബറിന് മുകളിൽ ഇങ്ങനെ ഒഴിക്കും. ഖബറിന് മുകളിൽ ഒഴിച്ചാൽ ആ വടിക്കഷ്ണം അവിടെ നിന്ന് എടുത്തു മാറ്റും. അതോടെ ശുദ്ധമായി കുളിപ്പിച്ചു. ഖബറിന് മുകളിൽ ഇങ്ങനെയുള്ള നാട്ടുംപുറത്തിന്റെ തൊട്ടടുത്തുകൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ രഥമുരുണ്ടു പോയത്. അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അപ്പോഴവർ മനസ്സിലാക്കി, ഈ മനുഷ്യൻ കേരളത്തിൽ നിന്ന് വന്നയാളാണ്, ഇയാളെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പഠിക്കണമെന്ന് അവരാലോചിച്ചു. മൂപ്പരൊക്കെ ആ കർണാടക യാത്രയോടൊരു ഗുണമുണ്ടായി. ആ ആളുകളൊക്കെ സമസ്തയുടെ പ്രവർത്തകരെ ബന്ധപ്പെട്ടു. മംഗലാപുരത്തും ബാംഗ്ലൂരും പരിസരത്തൊക്കെയുള്ള ആളുകൾ ബന്ധപ്പെട്ടു. അങ്ങനെ ബന്ധപ്പെട്ട് അവിടെ പല സ്ഥലത്തും 75% സ്ഥലത്തും ഉസ്താദ് പറഞ്ഞതിന്റെ മലയാളം ഞാനാ പറഞ്ഞത്. അങ്ങനെ ഉണ്ടല്ലോ, വലിയ വലിയ ആളുകൾ പറഞ്ഞാൽ അതിന്റെ ചെറുതാൻ ഒരാൾ വേണ്ടേ? ഞാനെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ജനങ്ങൾ അൽഹംദുലില്ലാ വളരെ റാഹത്തായി. കർണാടക യാത്ര കഴിഞ്ഞതോടെ കർണാടകയിലെ 2 ജില്ലകളിൽ മാത്രമായി 450ഓളം മഹല്ലുകൾ ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുണ്ട്. പൂർണ്ണമായി സമസ്ത അംഗീകരിക്കുന്ന മഹല്ലുകൾ. അവിടെ ചില ആളുകൾ ഉണ്ടായിരുന്നു, പേര് ചോദിച്ചാൽ പറയും
മുസ്ലിയാര്. സക്കാഫിയാണ് പേര് പറയുമ്പോ മടിയാണല്ലോ. സക്കാഫി എന്ന് പറഞ്ഞ് ഇപ്പൊ ആരും പറഞ്ഞു നടക്കാറില്ലല്ലോ. സക്കാഫിയാണെന്ന് പറയില്ല, കാരണം പലപ്പോഴും ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ സക്കാഫിയാണെന്ന് പറയാതെ അവിടെ ജോലി ചെയ്യാ, എന്നിട്ട് ശംസുലുലമന്റെ മഹത്വം പറയാം, വേറൊന്നും പറയില്ല. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കുട്ടികൾ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നല്ല ദർസാണെന്ന് പറഞ്ഞ് കേരളത്തിൽ കൊണ്ടുവരിക. എന്നിട്ട് ഇവരെ ദർസ് പഠിപ്പിച്ച് തിരിച്ചവിടെ എത്തുമ്പോഴേക്ക് ക്യാൻസർ പിടിപെട്ടതുപോലെ ആയിരിക്കും നാട്. ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല രോഗം പിടിച്ചത്. അത് മുറിച്ചു മാറ്റാനാവുമ്പോഴാണ് അറിയുക. അവിടെ നാട്ടിൽ ഫിത്നയും ഫസാദും രൂപപ്പെടും. നിങ്ങളുടെ നാട്ടിൽ പണ്ട് വീണതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയും ഒരു പൊടി, ഒരു കെട്ട് അരയിൽ നിന്ന് താഴെ വീഴുമ്പോഴാണ് അറിയുക ഇവിടെയും ഉണ്ടല്ലേ ഇത്. ആ നിലയിലേക്കായിരുന്നു കർണാടക. പക്ഷെ ഇന്ന് മാറി, ആകെ മാറി. കർണാടകയുടെ മുഖച്ഛായ തന്നെ മാറി. മൂപ്പരവിടെ പ്രമേയം കൊണ്ടുവന്നത് എന്താ? മണകുളവണ്ണു ഗൗരവസീത. മണകുളവണ്ണു ഗൗരവസി എന്ന് പറഞ്ഞാൽ എന്റെ നാട്ടിലെ തൊട്ടടുത്താണ്. അതുകൊണ്ട് ആ ലാംഗ്വേജ് കുറച്ച് പോകും എനിക്കും. അപ്പൊ അവിടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ പ്രമേയം മണകുളവണ്ണു ഗൗരവസി എന്നാണ്. മണകുളവണ്ണു ഗൗരവസി എന്ന് പറഞ്ഞാൽ മാനവികത ഉയർത്തുന്നു എന്ന് തന്നെയാണ് ഏകദേശം അതിന്റെ അർത്ഥം. ഇവിടൊക്കെ ഉയർത്തിയ ആ സാധനം തന്നെ. ഈ ഭാഗത്ത് കേരളത്തിൽ യാത്ര നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന പേര് മണകുളവണ്ണു ഗൗരവസിന്റെ മലയാളമായിരുന്നല്ലോ. ആ യാത്ര അതിലൂടെ ഇങ്ങനെ കടന്നുപോയി. അത് നമുക്കറിയാം. ഞാൻ ആ പ്രസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വിട്ടുപോന്നിട്ട് 1.5 വർഷമായി. ഇന്ന് ഞാൻ രാവിലെ മുതലേ നല്ല യാത്രാക്ഷീണത്തിലായിരുന്നു. വളരെ ദീർഘമായ യാത്ര. 2-3 ദിവസം മുമ്പ് അബ്ബാസ് അലി തങ്ങളോടൊപ്പം ഒരാഴ്ച ദ്വീപ് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്ന് എന്നിട്ടിങ്ങനെ നല്ലൊരു ദീർഘയാത്രയിലായിരുന്നു. സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാന്ന് കരുതിയിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴും വിളിയാണ്. നല്ല സുന്ദരമായ മലയാളത്തിൽ, അറബി മലയാളത്തിലുള്ള തെറി, പഴയ മലയാളത്തിലെ. അതാരും വിളിക്കുകയല്ല. ഒരു സമൂഹത്തിന് ഞങ്ങളാണ് യഥാർത്ഥ സുന്നി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്നവർ തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്ന തെറി, നല്ല തെറിയ. ഇന്നലെ രാത്രി ഒരാൾ വിളിച്ചു. അയാൾ എന്നോട് ചോദിച്ചു, രാമന്തളി ഇപ്പൊ എന്തൊരു താങ്ങോ കൈത്താങ്ങോ എന്തൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, താങ്ങുണ്ട് കൈത്താങ്ങുണ്ട്. താങ്ങ് നിങ്ങൾക്കുള്ളതാണ്, കൈത്താങ് സമൂഹത്തിനുള്ളതാണ്. അപ്പോ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ സമസ്തക്കാരാണ്. ആണോ? സമസ്തക്കാർക്കാണ്, അറിയാത്ത ആളുകളാണല്ലോ. കോഴിക്കോട് ഞങ്ങളുടെ നാട്ടിൽ എവിടെയും പിരിവ് നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, നല്ലതാണ്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് പിരിവില്ലാതിരിക്കലാണ് നല്ലത്. അങ്ങനെ സംസാരിച്ച ഇയാള് റെക്കോർഡ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ പിരിവ് നടന്നിട്ടില്ലെങ്കിൽ ഏരിയ ഒന്ന് പറഞ്ഞാൽ നിൽക്കി, ഞാനും കുറച്ച് സക്കാഫിമാരൊക്കെ ഉണ്ട്, ഞങ്ങൾ വന്ന് പിരിവെടുത്തോളാം. നിങ്ങൾ അവിടുന്ന് വിട്ടുപോകുന്നവരാണല്ലോ. അപ്പൊ ഇയാള് പിന്നെ ബോധ്യപ്പെട്ടു, ഇയാൾക്ക് ക്ലിപ്പാക്കാനൊന്നും ഇവിടുന്ന് കിട്ടൂല എന്നത് പിന്നെ തെറിയാണ്. ഇത്രയും നല്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്നോടും അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ചോദിച്ചു, അല്ല മോനെ, പഠിച്ചു തന്നെ ഇങ്ങനെ പാടുള്ളൂ, നിങ്ങളെ സ്കൂളിൽ നിന്ന് ഇതന്നെ പഠിപ്പിക്കുന്നുള്ളൂ എന്ന് ചോദിച്ചു. തെറിയാണ്, പച്ചത്തെറി വിളിക്കാൻ നിരന്തരം. ഞാൻ പറയാറില്ലേ, നിരന്തരം തെറി വിളിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരിക്കലും എന്നെ തെറി വിളിച്ച് ഇങ്ങനെ നല്ല സ്ട്രോങ് തെറിയാണ്, നല്ല എന്താ പറയാ, നല്ല ഊഷ്മാവ് കൂടുതലുള്ള തെറിയാണ്. ഒന്നിച്ചു വന്നപ്പോ എനിക്ക് തോന്നി ആ തെറി കേൾക്കാൻ കഴിയൂല. ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് അതിനു മുമ്പ്, പക്ഷെ അത് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വിളിച്ചാൽ, ദ്വയാർത്ഥത്തിലാ പറഞ്ഞു, രണ്ടർത്ഥമുള്ള രൂപത്തിൽ പറഞ്ഞു, ഇങ്ങനെ പോയാൽ ഞാൻ ചിലപ്പോ എന്റെ ഈ ഫോൺ ഓഫാവാൻ സാധ്യതയുണ്ട്, അഥവാ ഞാൻ ഓഫാക്കേണ്ടി വരും എന്നാണ്. ഇയാൾ കേട്ടാ തോന്നുന്ന ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഓഫാവുന്ന. എന്നാ വേറെ നമ്പർ കൊണ്ടോ എന്നാണ് തെറിയ തന്നെ പറയുന്നത്, നല്ല രീതിയിലല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, 1 മിനിറ്റ് നമ്പർ പറഞ്ഞുതരാം. നമ്പർ പറഞ്ഞു കൊടുത്തു. എന്റെ വേറെ നമ്പറിലും എനിക്ക് തെറി വിളിക്കാലോ. ആ നമ്പർ മുമ്പ് നോക്കിയിട്ട് ഇയാള് നന്നായിട്ട് തെറി വിളിച്ചു. എനിക്കറിയാം 2 മിനിറ്റ് കൊണ്ട് തിരിച്ചിതിലേക്ക് എന്നെ വിളിക്കും. ഇയാള് വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് തോന്നി വാസാടോ ചെയ്തത്? ഞങ്ങൾ ഉസ്താദ് AP ഉസ്താദിന്റെ നമ്പറല്ലേ നീ തന്നത്? ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ മോനെ, ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോകുന്നതല്ലേ. ഒന്നുകിൽ കുരുക്കളെ നെഞ്ചത്ത് തന്നെ ആവണം, അത് നെഞ്ചത്ത് തന്നെ ഞാൻ തന്നു. നിങ്ങൾക്കുള്ള രോഗം എന്താണെന്നും അതിന്റെ ചികിത്സ എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം. അതാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അത് വളരെ നന്നായി ബോധിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉറപ്പുവരുത്താൻ, സാധാരണ മൂപ്പര് ഫോൺ എടുക്കാറില്ല, അത് സത്യമാണ്. മൂപ്പര് സെക്രട്ടറിമാരാണ് എടുക്കാറുള്ളത്. എനിക്കും അറിയാലോ, ഞാൻ കുറെ ഫോൺ എടുത്ത ആളല്ലേ. ഞാൻ പറഞ്ഞു, അത് ആഷിഖല്ലേ ഫോൺ എടുത്തതല്ല ജലീലല്ലേ എന്ന് ചോദിച്ചു. അല്ല, ഉസ്താദ് തന്നെ എടുത്തത്. ഞാൻ പറഞ്ഞു, കളവ് പറയല്ലേ, ഉസ്താദ് ഫോൺ എടുക്കൂലെന്നാണ്. അപ്പൊ ഇയാൾ സത്യം ചെയ്ത് പറഞ്ഞു, ഉസ്താദ് തന്നെ പൊട്ടനാണല്ലോ, അതും പറയേണ്ടില്ലല്ലോ എന്നോട്. ഞാനത് ക്ലിപ്പാക്കി വെച്ചിട്ടുണ്ട്. അയാളെന്താ പറയേണ്ടത്? വിളിച്ചിട്ടില്ലാതല്ലേ, മിണ്ടാതിക്കല്ലേ വേണ്ടത്. പിന്നെ AP വിഭാഗമല്ലേ. അള്ളാഹു ആ വിഭാഗത്തിന് സമസ്തയുടെ പണ്ഡിതന്മാരെ ധിക്കരിച്ചത് കാരണം തന്നെ ബുദ്ധി കൊടുത്തിട്ടില്ല.
ഉറപ്പാണ്. അള്ളാഹു കൊടുത്തിട്ടില്ല, കൊടുത്തെന്ന് ആർക്കൊന്നും തോന്നുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിയില്ലാത്ത സാധനങ്ങളാണ്. നിങ്ങളൊന്ന് മുന്നിലിരുത്തി 2 മിനിറ്റ് സംസാരിക്കും, അപ്പൊ നിങ്ങൾക്ക് തിരിയും. പേരോടനൊക്കെ ഒന്ന് മുന്നിൽ കിട്ടിയാൽ മതി, അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് എത്ര ബുദ്ധിയുണ്ട് എന്നുള്ളത്. നിങ്ങൾ കണ്ടതല്ലേ, പേരോടിനോട് ആരോ എന്തോ പറഞ്ഞു, എന്തോ ഒരു കുട്ടിയുടെ പേരിൽ, ഒരു പാവപ്പെട്ട ഒരു കുട്ടിയുടെ പേരിൽ ഒരു അപരാധം വന്നു. ഉടനെ തന്നെ പേരോട് ചോദിച്ചെന്ന വാദപ്രതിവാദം ചെയ്യാറുണ്ടോന്നാ മൂപ്പരം അതിൽ കേൾക്കാം. ഇനി അങ്ങനെ വിടുന്ന പ്രശ്നമില്ല, ഇനി തെളിവുകളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ആരോട് 4 വയസ്സുള്ള പാവപ്പെട്ടൊരു പിഞ്ചുകുട്ടിയെ വളരെ ദാരുണമായ ഒരു പീഡനം നടത്തിയപ്പോ അതിന് നമ്മളതിന് ഗ്രൂപ്പൊന്നും പറഞ്ഞിട്ടില്ല, അത് എവിടെയും സംഭവിക്കാം. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ബുദ്ധിയുള്ള ആളെന്താ ചെയ്യേണ്ടത്? അത് ഒതുക്കി തീർക്കാൻ വേണ്ടി ഇയാളെന്താ പറഞ്ഞത്? വാദപ്രതിവാദത്തിനാ മൂപ്പര് വെല്ലുവിളി. എന്നിട്ട് മൂപ്പര് കുറെ ബലൂണും കൊണ്ട് നടന്നു, അവസാനം കുടുങ്ങി. ഇന്നത്തെ സിറാജിലുണ്ട് പരസ്യം, സ്കൂൾ പ്രവേശനോത്സവത്തിന് പറ്റുന്ന ബലൂൺ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ പത്രം കാണുമ്പോഴും ബലൂൺ എന്ന് കാണുമ്പോഴും ജനങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. ആ അവസ്ഥയിലേക്ക്, കാരണം ഞാൻ എന്താ പറഞ്ഞു വരുന്നത്, ഇവരുടെ ബുദ്ധിയുടെ അവസ്ഥയാണ്. ഈ അവസ്ഥയിലാണ് ഇവരുടെ ആളുകളുടെ ബുദ്ധിയും സംസ്കാരവും ഒക്കെ പോകുന്നത്. അപ്പൊ അവര് ബുദ്ധിയില്ലാത്തതുകൊണ്ട് തന്നെ ഇയാൾ തുറന്നു പറഞ്ഞു, എന്ത്, ഞങ്ങൾ ഉസ്താദ് തന്നെയാ ഫോൺ എടുത്തത്. ഞാൻ പറഞ്ഞു, വെറുതെ പറയരുത് മോനെ, ഉസ്താദല്ല. അല്ല ഉസ്താദ് തന്നെ. ഞാൻ പറഞ്ഞ മൂപ്പര മഹൽ ഫضل കൊണ്ട് എടുത്തതായിരിക്കും, വളരെ ബർക്കത്തുള്ള എടുക്കലേക്ക് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും. ഇതാണ് ഇവരവസ്ഥ. എന്താണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനിങ്ങനെ ചിന്തിക്കാൻ, ഞാൻ AP പക്ഷത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്, സംവാദങ്ങളിലെ മധ്യസ്ഥനായിട്ടുണ്ട്. 60ഓളം വരുന്ന മുജാഹിദുകൾക്കെതിരെയുള്ള വാദപ്രതിവാദങ്ങളിലും വ്യവസ്ഥകളിലും ഞാൻ മധ്യസ്ഥനായി പ്രവർത്തിച്ചിട്ടുണ്ട്. AP വിഭാഗത്തിലുള്ള 60-ൽ 10 പ്രമുഖ സംവാദങ്ങളിലെ മധ്യസ്ഥനായിരുന്നു, ഈ 60 വ്യവസ്ഥ കൂടാതെ. മാത്രമല്ല, മുടി വിഷയത്തിൽ കേരളത്തിൽ മുമ്പ് നടന്ന 3 മുടി വിഷയങ്ങളിൽ നടന്ന സംവാദ വ്യവസ്ഥകളിലെയും മധ്യസ്ഥനായിരുന്നു. 2 അപ്പുറത്താണ്, ഇപ്പുറത്ത് ഒന്ന് കള്ളാവ് കിട്ടി അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുത്തതാ. 2 അപ്പുറത്ത് നടത്തി. നമ്മുടെ തൊട്ടടുത്ത കീഴ്ശ്ശേരിയിൽ വെച്ചൊന്ന് നടന്നു, തൃശ്ശൂരിൽ വെച്ച് നടന്നു. ഈ 2 സംവാദ വ്യവസ്ഥകളിലെ നിങ്ങളുടെ പക്ഷത്തെ മധ്യസ്ഥനായിരുന്നു ഞാൻ. ആ മധ്യസ്ഥനായി മറുപക്ഷത്ത് നിന്ന് പ്രവർത്തിച്ച കാലത്ത് SKSSFനെതിരെ ശക്തമായി പ്രതിരോധം തീർക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഞാൻ നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അഭിമാനത്തോടെ ഇന്നും എനിക്ക് പറയാൻ കഴിയും, അക്കാലത്ത് പല SKSFന്റെ പ്രവർത്തകരും പ്രധാനപ്പെട്ട അറിയപ്പെട്ട ബന്ധമുണ്ടായിരുന്ന, ഞാനുമായി ബന്ധം പുലർത്തിയിരുന്ന പല നേതാക്കളും ഫോണിൽ വിളിച്ച് എന്റെ വാദങ്ങളെ ഗണ്ണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പലതും ഗണ്ണിച്ചിട്ടുണ്ട്, ഞങ്ങൾ തർക്കിച്ചിട്ടുണ്ട്, സൗഹൃദം എങ്ങാനും പുലർത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു വാക്കുപോലും ഒരു പ്രവർത്തകന്റെ നാവിൽ നിന്ന് പോലും തെറിയായി വന്നത് ഇന്നും ഞാൻ ഓർമ്മിക്കുന്നില്ല. അന്നും എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ഇന്നും ഉണ്ട്. അന്നൊക്കെ SKSFന്റെ പ്രവർത്തകർ മറുപടി അടിച്ചത് കാണാം, തെറി അടിച്ചത് കാണും. പക്ഷേ AP വിഭാഗത്തെ ഞാനൊന്ന് അല്പം വിട്ടപ്പോ അപ്പൊ തുടങ്ങി എന്തൊക്കെയായിരുന്നു ആരോപണം. ഭയങ്കര ആരോപണം വന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ ഉസ്താദിന്റെ കൂടെയല്ലേ കൂടിയത്, അപ്പൊ ഉസ്താദ് പഠിപ്പിച്ചെന്ന സംസ്കാരമല്ലേ എനിക്കും ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോ കുറച്ച് നിർത്തി. ചാര്യ മണക്കുമെന്ന് പറഞ്ഞപ്പോ കുറച്ചും കൂടി നിർത്തി. ഇപ്പൊ കുറെ കുറഞ്ഞു വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ദിവസം 24 മണിക്കൂറിന് കണക്കായിട്ടുണ്ടാവുമായിരുന്നു. ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നാട്ടിൻ പുറത്തുനിന്നൊക്കെ കുറഞ്ഞു, ഗൾഫിൽ നിന്നാണ് ഇപ്പോൾ ഉള്ളൂ. ഇപ്പൊ നാട്ടിൽ നിന്ന് കുറെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നിലയിൽ തെറി മാത്രം പറയുന്നൊരു സംസ്കാരം, ഞാനിത് എന്റെ വ്യക്തിപരമായ ജീവിതം പറയാനല്ല ഇത്രയും വിശദീകരിച്ചത്. ഒരു പ്രസ്ഥാനത്തെ നമ്മൾ അളക്കാൻ വേണ്ടിയാ പറയുന്നത്. നമ്മളെ അളക്കാം ആദ്യം. ചെറുശ്ശേരി ഉസ്താദ് നമ്മുടെ തൊട്ടടുത്താണ്. ചെറുശ്ശേരി ഉസ്താദിന്റെ നാവിൽ നിന്നോ അദ്ദേഹം നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരിൽ നിന്നോ ഇത്തരമൊന്നും ലഭിക്കില്ലെന്നും മാത്രമല്ല, ചെറുശ്ശേരി ഉസ്താദും അവിടുന്ന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനവും നമുക്കെന്താ പഠിപ്പിച്ചു തരുന്നത്? മനുഷ്യനാദ്യം മനുഷ്യനാവണം, എന്നിട്ട് അവൻ മനുഷ്യർക്ക് ഉപകാരപ്രദമായ ജീവിതത്തിന്റെ അടിമകളാവുന്ന ആ വിധത്തിൽ പ്രവർത്തിക്കുന്നവരാവുകയും ഇസ്ലാമികമായ ജീവിതം നയിക്കുന്നവരായി മാറുകയും ചെയ്യണം എന്നാണ്. പക്ഷെ ഇവരെന്താ പറയുന്നത്? ഇവർ നേരെ എതിരായ സംസ്കാരമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. സമസ്ത കേരള ഇവർ തന്നെ പറയാറുണ്ട്, ജനങ്ങളിലെ യഥാർത്ഥ സമസ്ത ഞങ്ങളാണെന്നാണ് അവർ പറയാറുള്ളത്. അത് പലരും അങ്ങനെ പറയാറുണ്ട്. ചൈനന്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് കൊണ്ടെന്ന് വിൽക്കുന്നവരും പറയാറുള്ളത് ഇതാണ് ഒറിജിനൽ എന്നാണ്. അതാരും കേട്ട് വിശ്വസിക്കാറില്ല. അത് ഒറിജിനലാണോ എന്ന് പരിശോധിക്കാൻ ചില ഘട്ടങ്ങളുണ്ടാവും. ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരും, ഇത് ഒറിജിനലാണെന്ന് പറയും. ഇന്ന് പല ചൈനയുടെ പ്രൊഡക്റ്റ് കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷെ മനസ്സിലാവില്ല എപ്പോഴാണ് ഉപയോഗിച്ചാലാണ്. ചിലപ്പോൾ ചാർജർ ആയിരിക്കും. ഈ ചാർജർ കൊണ്ടുപോയിട്ട് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് നിന്നെങ്കിൽ പൊട്ടലും ചീറ്റലൊക്കെ കാണാം. അപ്പൊ മനസ്സിലാവും ഇത് ചൈനയാണ്, ഇത് ഒറിജിനൽ അല്ല, ചൈനയിലെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ആണ് ഇതെന്ന് മനസ്സിലാവും. മൊബൈലായാലും ഒക്കെ അങ്ങനെ ആയിരിക്കും.
അതുപോലെയാണ് ഇവർ. ഞങ്ങൾ യഥാർത്ഥ സംസ്ഥ എന്ന് പറഞ്ഞു വരും, തലപ്പാവുണ്ടാവും, വെള്ള ഡ്രസ് ഉണ്ടാവും. ചിലപ്പോ നമ്മളെക്കാളേറെ നമ്മളെ ഉസ്താദുമാർ, ചിലപ്പോ ചെറുശ്ശേരി ഉസ്താദിനെ പോലെ നമ്മളെ ഉസ്താദുമാർ ചിലപ്പോ ഇസ്തിരിയിടാൻ മറന്നുപോയിന്ന് വരും. പക്ഷെ ഇവരുടെ ഇസ്തിരി കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രൂപത്തിലായിരിക്കും. കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രധാരണയായിരിക്കാം, സമീപനങ്ങളും സ്വഭാവങ്ങളും പ്രസംഗവും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കാം. പക്ഷെ ബോധ്യപ്പെടപ്പോഴാണ് ആ തിരുനാവൊന്ന് തുറക്കണം. അപ്പൊ മനസ്സിലാവും രോഗം, സ്വഭാവം മനസ്സിലാവും. അപ്പോ അങ്ങനെ അവരുടെ പ്രവർത്തനമായിട്ടോ അവർ പ്രവർത്തന രംഗത്ത് ഇറങ്ങുമ്പോ ഈ പറയപ്പെട്ടതുപോലെയുള്ള പലതും ഇങ്ങനെ കേൾക്കാൻ തുടങ്ങും, തെറികളൊക്കെ. അപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കും, സമസ്ത എന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ അഹ്ലുകാർ തങ്ങളാണെന്നും ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പറയാനും മാതൃകകളായി തീർന്ന ജീവിതത്തെ അടയാളപ്പെടുത്താനും കഴിയുന്ന പണ്ഡിതന്മാരുടെ പ്രസ്ഥാനം ഞങ്ങളാണെന്ന് പറയുന്നവരിൽ നിന്ന് ഇത്തരം തെറികൾ ഇങ്ങനെ കാണാൻ തുടങ്ങുമ്പോ, കേൾക്കാൻ തുടങ്ങുമ്പോ നമുക്ക് മനസ്സിലാവും അതല്ല യാഥാർത്ഥ്യം. ഇവിടെ തിരിച്ചാണ്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നവർ, ഇങ്ങോട്ട് പ്രതിരോധം തീർക്കാൻ വരുന്നവർ, ഇങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നവർ എല്ലാവരും ഇവിടെ എത്തുമ്പോ സത്യം ബോധ്യപ്പെട്ട് സമസ്തയുടെ ആളുകളായി മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ ഓർത്തുപോകുന്ന അതാണ്. ഇവർ പറഞ്ഞു പലപ്പോഴും മാനവികത ഉയർത്തുന്നു എന്ന് പറഞ്ഞ് പ്രമേയം വെച്ചിട്ട് യാത്ര നടത്തി. ഈ യാത്ര കുറെ മുന്നോട്ട് പോയപ്പോ എന്തായത്, ഇവരുടെ സംസ്കാരം ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞതുപോലെയുള്ള തെറികൾ ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പഠിച്ചോനെ, ഈ മാനവികത ഉയർത്തുന്നു എന്ന് പറഞ്ഞ് എന്താണ് ഈ അർത്ഥം? അപ്പോഴാ മനസ്സിലായത്, നമ്മൾ ഈ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്നൊക്കെ പറയാറില്ലേ, അതുപോലുള്ളൊരു സാധനം ഇത്. എന്തേ സംഭവം? വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, പടച്ചോനെ ഞാൻ വലിയ ശുദ്ധിക്കാരനായതുകൊണ്ട് എനിക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുന്നില്ല, നിന്നിലേക്ക് അടുക്കാനുള്ള വഴികളൊന്നും ശരിയാവുന്നില്ല, അതുകൊണ്ട് ഞാനിതാ അതിൽ നിന്ന് ശുദ്ധനാവാൻ ഈ വലിയ ശുദ്ധി ഞാൻ ഉയർത്തിയിട്ട് ഞാൻ ശുദ്ധനാവാണ് എന്ന് പറയാൻ നമ്മള്. അല്ല, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? എന്നവരും അങ്ങനെ തന്നെ പറയുന്നത്. മാനവികത ഉയർത്തുന്നു. പടച്ചോനെ, മാനവികതയുള്ളതുകൊണ്ട് എനിക്ക് ആരെയും തെറി പറയാൻ കഴിയുന്നില്ല, മനുഷ്യന്മാരെ കുറ്റം പറയാൻ കഴിയുന്നില്ല, അപമാനിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മാനവികത ഉയർത്തിയിട്ട് ഞാനിതാ മൃഗീയനായി മാറുന്നു. വളരെ കറക്റ്റാ. ഇത് രണ്ടും ഒരുപോലെയാണെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. മാനവികത ഉയർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ തെറി വിളിക്കാലോ. എന്തൊക്കെയാണ് വിളിക്കുന്നത്? ഈ അടുത്ത ദിവസം ഞാൻ ചെറുശ്ശേരി ഉസ്താദിനെ തെറി വിളിക്കുന്ന ഒരു സംഭാഷണം കേട്ടു. ഇവരുടെ പ്രവർത്തകരിൽ നിന്നാണ്. ഇതൊക്കെ വിളിക്കുന്ന മനുഷ്യർ ഇവരെന്താണ് കണ്ടത്? എന്തിനാണ് കണ്ടത്? ഇസ്ലാമിക ലോകത്തെ കുലപതികളായ പണ്ഡിതന്മാരിരുന്ന കസേരയിൽ അതേ പ്രതാപത്തോടെയും പ്രൗഢിയോടെയുമാണ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ഇരിക്കുന്നത്. എന്താ സൈനുൽ ഉലമന്റെ കുറ്റം? എന്താ? കൊണ്ടോട്ടി അങ്ങാടിയിൽ പോയിട്ട് മൂപ്പരും മത്സ്യം വാങ്ങൂത്രേ, അതാ കുറ്റം. പടച്ചോനെ, ഞാനും ഇപ്പൊ തിന്നു മീന്. ഒരു വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു, അല്ലാഹു എല്ലാവർക്കും അതിന്റെ ഫലം നൽകുകയും സ്വർഗത്തിൽ ഈ പ്രസ്ഥാനത്തെ സഹായിക്കുന്ന എല്ലാവർക്കും ഉന്നത സ്ഥാനം ലഭിക്കുകയും ചെയ്യുമാറാവട്ടെ. ചെറുശ്ശേരി ഉസ്താദിന്റെ കുറ്റം അതാണ്. ചെറുശ്ശേരി ഉസ്താദ് മീൻ വാങ്ങാൻ നിന്നു എന്നുള്ള കുറ്റാണ്. എന്നിട്ട് ഇവർ പറയാണ് ഞങ്ങൾ ഉസ്താദ് അമേരിക്കയിലാണ്, ലണ്ടനിലാണ്. നിങ്ങൾ ഉസ്താദ് ലണ്ടനിൽ പിന്നെ പാമ്പിനെ തിന്ന? ചെറുശ്ശേരി ഉസ്താദ് സ്വന്തം വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുപോയി മീൻ തിന്നു. നിങ്ങൾ ഉസ്താദ് ഹോട്ടലിന് പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊടുക്കുന്ന പൈസക്കോ തിന്നുന്നു. ഇതാണോ ഒരു പണ്ഡിതനെ അളക്കാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് അത്ര വലിയ നേതാവായിരുന്ന തങ്ങള് ആ ചന്തയിലൂടെ നടന്നിട്ട് സാധനം വാങ്ങിപ്പോയിട്ടില്ലേ? അതല്ലേ മാതൃക? കാര്യമായിട്ട് പറയാനുള്ള അതാ. ചെറുശ്ശേരി ഉസ്താദിനോട് ഞാൻ കേട്ട ഒരു സംഭാഷണം, ഒരാള് വിളിച്ചു ചോദിച്ചു ഈ ആരോപണം കേട്ടപ്പോ, അല്ല ഉസ്താദ് നിങ്ങൾ മീൻ വാങ്ങാൻ പോയതാണല്ലോ പ്രശ്നം, അല്ല ഈ വാങ്ങിച്ചു തരും എന്റെ വീട്ടിലെ മീൻ വെച്ച്. അതന്നല്ലേ ചോദിക്കേണ്ടത്? ചെറുശ്ശേരി ഉസ്താദിന്റെ ചോദ്യമാണ്. മറ്റാരോടെങ്കിലും ഇത് പറഞ്ഞാൽ ഇതുപോലെ മറ്റു മറുപക്ഷത്തേക്ക് പറയുന്നെങ്കിലാ പറയാ എന്റെ വീട്ടിലെ മീനോ ഞാനോ വാങ്ങേ എന്തെങ്കിലും പറയുന്നത്? അതൊക്കെ നാട്ടുകാര്. ഇതാണ് ചെറുശ്ശേരി ഉസ്താദിന്റെ പേരിലെ കുറ്റം. ഇതാണത്രേ. അതാണോ നോക്കേണ്ടത്? ഇങ്ങനെയാണ് ഒരു പ്രസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യത്തെയും സത്യത്തെയും അന്വേഷിക്കുന്നതും പഠിക്കുന്നതും. ഇങ്ങനെയാണോ ലോകത്ത് ഇങ്ങനെ ഒരു അന്വേഷണവും ഇങ്ങനെ ഒരു പഠനവും അതിനുവേണ്ടി ഇങ്ങനെ ഒരു മാനദണ്ഡം ഉപയോഗിച്ച് ഒരു പ്രസ്ഥാനത്തെ, ഒരു സമൂഹത്തെ കാണിച്ചാൻ പറ്റുമോ? ഇത്രമേൽ അപകടകാരികളായിട്ടാണ് ഇവർ ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കും. ചിലപ്പോൾ സഹോദരിമാരാണ് മനസ്സിലാക്കേണ്ടത് കൂടുതൽ. സഹോദരന്മാർക്ക് അറിയാം, എപ്പോഴും കേൾക്കുന്നതാണ് ഇത്തരം പരിപാടികൾ. ഇവരെന്താ പറയുന്നത്? ഞങ്ങൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വലിയ ആളുകളാണെന്നാ പറയുന്നത്. അത് പറഞ്ഞു വരുന്ന ഇവർ, ഇതൊക്കെ പറഞ്ഞു വരാറുള്ള ഇവർ, ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചും പ്രസംഗിച്ചു വരുന്നവർ ഈ അടുത്ത് ഒരു സിറ്റി ഉണ്ടാക്കുന്നുണ്ടല്ലോ, നോളജ് സിറ്റി. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നോളജ് സിറ്റി ഉണ്ടാക്കാൻ പോയപ്പോ നോളജ് സിറ്റി എന്ന കീവേഡ് കിട്ടാൻ വേണ്ടി
ആ പേരും അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന, സേവനം ചെയ്യുന്ന, അതിനുവേണ്ടിയുള്ള മറ്റു പ്രൊഡക്റ്റുകൾ, അവിടെ എന്തൊക്കെ സേവനം മറ്റും നൽകണമെന്ന് ചിന്തിച്ചുകൊണ്ടുള്ള കുറെ സാധനങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കാനും മറ്റുള്ളതിന്റെ ലൈസൻസ്, ട്രേഡ് മാർക്ക് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചപ്പോ മഞ്ചേരിയിലെ സയ്യിർ എന്ന പേരുള്ള അഡ്വക്കേറ്റിന്റെ നേതൃത്വത്തിൽ അയാളാണ് അപേക്ഷിക്കുന്നത് ഇവർക്ക് വേണ്ടി. കുന്നമംഗലത്തെ AP മുരളീധരൻ, AP എന്ന് പറഞ്ഞ മുമ്പ് ഗ്രൂപ്പല്ല, അയാൾ ഇനീഷ്യലാണ്. AP മുരളീധരൻ എന്ന വേണ്ടറിൽ നിന്ന് വാങ്ങിച്ച മുദ്രപത്രം ഉപയോഗിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒപ്പിട്ടുകൊടുത്ത് സീലടിച്ചു പോയ ഒപ്പ് കണ്ടാൽ എനിക്കറിയാം, ഞാൻ കുറെ കാലമായിട്ട് കാണുന്ന ആ തോണി പോലുള്ള ഒരു ഒപ്പാണ്. ആ ഒപ്പ് അതിട്ട് അപേക്ഷ കൊടുത്തു. എന്താണ് അപേക്ഷയിൽ ആവശ്യപ്പെട്ടത്? മർക്കസു സഖാഫത്ത് സുന്നി എന്ന ഇസ്ലാമിക സ്ഥാപനം, അങ്ങനെയാണ് പറയുന്നത്. നോളജ് സിറ്റിക്കെതിരെ ആരോ വന്നു അത്രേ. അത് മൂപ്പരുമായിട്ട് ബിസിനസ്സിൽ പ്രശ്നമുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടാവും. അത് ഞങ്ങളോട് സമസ്തന്റെ തലക്കെട്ട് ചൊറിഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് സ്വന്തം പോയി അവരോടല്ലേ കൊടുക്കേണ്ടത്. അതിന് വക്കീൽ വന്നിട്ടുണ്ടാവും. എന്നിട്ടിപ്പോ പറയുന്നത് അതാണ്. അപ്പൊ സമസ്തയുടെ പ്രവർത്തകർ ഈ കേസിന് വേണ്ടി പണം പിരിക്കാനാണ് ഇപ്പോൾ ദഅവത്തിനൊരു താങ്ങ് അല്ലെങ്കിൽ ഒരു കൈത്താങ്ങ് എന്ന പേരിൽ പിരിവ് നടത്തുന്നത് എന്നാണ് ഇവർ പറയുന്നത്. എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെയോ ഈ പരിസരത്തൊക്കെ പറഞ്ഞിരുന്നത്ര ആരും പിരിവ് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കാ നഷ്ടം? ഇത് കച്ചവടമല്ല, ഇത് ആഖിറത്തിൽ കൂലി കിട്ടാനുള്ള ഏർപ്പാടാണ്. അതിനുവേണ്ടി സ്വന്തം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. സമസ്ത നിർബന്ധിച്ച് പിരിക്കുന്ന പരിപാടിയില്ല. അവിടെ ഉള്ളതുപോലെ മുന്നിൽ ഈ ബീരാനാജിയല്ലേ അഹമ്മദാജിയല്ലേ അങ്ങോട്ട് വരി ഇവിടെ കൊടുക്കുക എന്ന് പറയുന്ന സിസ്റ്റം ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളവൻ ഏത് പറയുന്നവനായാലും കേൾക്കുന്നവനായാലും കൊടുക്കുക, അതന്നെയുള്ളൂ ഇവിടെ. സമസ്ത പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി സമൂഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പണം, നിങ്ങളുടെ കയ്യിലുള്ളത് ചുരുങ്ങിയത് 100 രൂപ ഓരോരുത്തരും കൊടുക്കണമെന്ന് പറഞ്ഞു. AP വിഭാഗം ഇങ്ങനെ അവരിങ്ങനെ നോക്കി, ജനങ്ങളോട് ആവശ്യപ്പെട്ടത് എല്ലാവരും കൊടുക്കും എന്ന് ബോധ്യപ്പെട്ടപ്പോ വിരളി പിടിച്ചിട്ട് പണ്ട് ശംസുലുലമയ്ക്കെതിരെയും കണ്ണിയത്ത് ഉസ്താദിനെതിരെയും കേസ് കൊടുത്ത അതേ വിഭാഗം തൃശൂർ ജില്ലയിൽ നിന്ന് ഒരാളെ ഇറക്കി. മഹല്ല് സംരക്ഷണത്തിന് നേതൃത്വം നൽകുന്ന രക്ഷാധികാരി എന്ന പേരിലുള്ള ഒരാളിറക്കി. എന്നിട്ട് അയാളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. ആർക്കെതിരെ? സമസ്തയുടെ ഉസ്താദുമാർ നയിക്കുന്ന സമസ്തക്കെതിരെ. പണ്ട് കേസ് കൊടുത്തത് ആർക്കെതിരെയാ? കണ്ണിയത്ത് ഉസ്താദിനും ശംസുലുലമയ്ക്കെതിരെയുമായിരുന്നു. രണ്ടാക്കെതിരെ, സംഘടന 3 ഇപ്പൊ ആർക്കെതിരെ കൊടുത്തത്? സമസ്തയുടെ നേതാക്കൾക്ക് എതിരെ മുഴുവൻ കൊടുത്തു, സമസ്തക്കെതിരെ കൊടുത്തു, പ്രസിഡന്റ് സെക്രട്ടറിമാരടങ്ങുന്ന എല്ലാവർക്കെതിരെ കൊടുത്തു. സൈനുലുലമക്കെതിരെ, കോഴിക്കോട്ട് ഉസ്താദിനെതിരെ, നമ്മുടെ പ്രിയപ്പെട്ട തങ്ങൾക്കെതിരെ, അങ്ങനെ എല്ലാവർക്കുമെതിരെ കേസ് കൊടുത്തു. കൂടെ ആർക്കെതിരെയും കൂടി കൊടുത്തു? വഖഫ് ബോർഡിനെതിരെ. വഖഫ് ബോർഡിൽ ആരെ അവർ നോട്ട് ചെയ്തത്? അവർ ഫോക്കസ് ചെയ്തത് പാണക്കാട്ടെ പ്രിയപ്പെട്ട റഷീദ് അലി തങ്ങളെയാണ്. പാണക്കാട് തറവാടിനെതിരെ പോലും കേസ് കൊടുക്കാൻ മുന്നോട്ട് വരുന്നവരാണിവർ. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന പ്രദേശത്ത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സംഘടന വഖഫ് ട്രൈബ്യൂണലിൽ ഒരു കേസ് കൊടുത്തു. ആർക്കെതിരെ? ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കെതിരെ. 5 മാസമായിട്ടുള്ളൂ. കേസ് കൊടുത്തിട്ട് 5 മാസമായിട്ടുള്ളൂ. തങ്ങളെ തെരഞ്ഞ് ആ സെമൻസ് കൊടുക്കാൻ പാണക്കാട് പ്രിയപ്പെട്ട കേരള സമൂഹത്തിന്റെ തറവാട്ടുമുറ്റത്തേക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾ ആദരവോടെ സ്നേഹത്തോടെ കാണുന്ന, സൗഗന്ധികങ്ങൾ വിരിയിക്കുന്ന, നമ്മുടെ സ്നേഹത്തിന്റെ പൂത്തണലായി നമ്മൾ കാണുന്ന, പൂന്തണലായി കാണുന്ന പ്രിയപ്പെട്ട പാണക്കാട്ടേക്ക് ഇവർ കേസ് കൊടുത്തു. ഇപ്പോഴിതാ 5-6 മാസം മുമ്പ് നടന്ന സംഭവം പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 3-4 ദിവസം മുമ്പ് പ്രിയപ്പെട്ട റഷീദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന ആ പദവിക്കെതിരെ, അതിനെതിരെ കൂടി കേസ് കൊടുത്തു. ചരിത്രത്തിൽ ഇതുപോലെ മുഖം കെട്ടുപോകാൻ പോകുന്നൊരു വിഭാഗം ചരിത്രത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ ബിദ്അത്ത് ഇതുപോലെയുള്ള വിഘടനവാദ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോ കിതാബുകളിൽ എഴുതി വെച്ചത് കാണാൻ കഴിയും. ആ പ്രസ്ഥാനങ്ങളിൽ നിന്ന് കുത്തൊഴുക്ക് പോലെ ആളുകൾ ഇറങ്ങിപ്പോയ ബിദ്അഈ പ്രസ്ഥാനങ്ങളിൽ പലതിനെയും നമുക്ക് പരിശോധിക്കാൻ കഴിയും. അതിലൊന്ന് ബിദ്അത്തുകാരുടെ ഏറ്റവും വലിയ സംഘമായിരുന്ന ഖവാരിജുകളുടെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോന്നിട്ടുണ്ട്. അതിനുശേഷം ലോക ചരിത്രത്തിൽ കാന്തപുരം AP ഉസ്താദ് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൽ നിന്നല്ലാതെ ഇതുപോലെ കുത്തൊഴുക്കുണ്ടായിട്ടില്ല. ചരിത്രം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഇത് വെറുതെ പറയല്ല, പരിശോധിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു കുത്തൊഴുക്ക് നമുക്ക് കാണാൻ കഴിയില്ല. ആ വിധത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് ഈ കേസുകളൊക്കെ. സമസ്ത ദഅവത്തിന് വേണ്ടി ചോദിച്ച ചോദ്യവും അതിന് നൽകുന്ന ഉത്തരവും കണ്ടപ്പോ ഇവരിങ്ങനെ വിരളി പൂണ്ടു. സമസ്ത പറഞ്ഞ 100 രൂപ തരണമെന്നാ.
വയനാട് ജില്ലയിലെ ഒരു പിരിവ് ഞാൻ കണ്ടു. വയനാട് ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്തെ പിരിവിൽ 5 ആളുകളെങ്ങാനും തുടർച്ചയായി സാധുക്കളായ 5 ആളുകൾ ഇവര് സമസ്തക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞ 5000 രൂപ ഇതാണ്. 100 റുപ്യല്ല ഇവിടെ പിരിവേ നടക്കാൻ പോകുന്നുള്ളൂ. ഇവിടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് വീടുകളിലൊക്കെ നടക്കും. മാക്സിമം കൊടുക്കണം, സമസ്തയ്ക്ക് വേണ്ടിയാണ്. സമസ്തയ്ക്ക് വേണ്ടി കൊടുത്താൽ സമസ്ത കണ്ണിയത്ത് ഉസ്താദിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, നമ്മൾ മറന്നിട്ടില്ല. എന്താണ് പ്രാർത്ഥന? സമസ്തക്കെതിരെ കേസ് കൊടുത്തവരുടെ മുഖം കെടുത്തണേ. അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന ഇതാ, ഈ നിങ്ങളുടെ കയ്യിൽ തന്നെയുള്ള ചില്ലകളോട് കാറ്റു പറഞ്ഞത് എന്ന് ഈ സുവനീറിൽ തന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറയുന്നു, നമ്മുടെ പുളിക്കൽ ഒരു വീട്ടിൽ സദ്യക്ക് പോയി, ഒരു ക്ഷണിച്ചിട്ട് പോയി. അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ വീട്ടുകാരൻ പറഞ്ഞു ഉത്രേ, ബാപ്പു എന്ന് പറഞ്ഞ് വീട്ടുകാരൻ പറഞ്ഞു ഉത്രേ, ഇവിടെ മഴയില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവിടെ നിന്നൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്രേ. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞത്രേ, ഇവർ തന്നത് ഞാൻ തിന്നു, ഇവർ പറയുന്നു നിന്നോട് പ്രാർത്ഥിക്കാൻ മഴയില്ലെന്ന്, റബ്ബേ നീ മഴ തരണേ എന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്ക് അവിടെ മഴ നിറഞ്ഞു, മഴയായി നിറഞ്ഞു. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഈ സുവനീറിലുണ്ട്. അതുകൊണ്ട് ഈ സുവനീറും എല്ലാവരും വായിക്കുക. അങ്ങനെ ഈ പറയപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ആ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തു, സമസ്തക്കെതിരെ കേസ് കൊടുത്തവരുടെ മുഖം തന്നെ. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്. അത് പറയുമ്പോൾ ചിലപ്പോൾ ഇവർ പറയും, ഞങ്ങൾ ഉസ്താദ് ഇന്ന് രാവിലെ അമേരിക്കയിലല്ലേ, ഇന്നലെ രാവിലെ ഞങ്ങൾ ഉസ്താദ് ലണ്ടനിലല്ലേ, ഇന്നുച്ചക്ക് മോഡിയുടെ കൂടെയല്ലേ, നാളെ വൈകുന്നേരം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കൊപ്പമല്ലേ, നാളെ ഉച്ചയാകുമ്പോഴേക്ക് ഞങ്ങൾ ഉസ്താദ് മർക്കസിലെത്തിയില്ലേ, പിറ്റേന്ന് കർണാടക യാത്രയിലല്ലേ എന്ന് ചോദിച്ച് നീട്ടിവയല് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഒരു പണ്ഡിതന്റെ ദിവസത്തിലെ കൂടുതൽ നിമിഷവും രാജാധികാരമുള്ള ഭരണാധികാരമുള്ള രാജാക്കന്മാരുടെ കൂടെ കണ്ടാൽ അവൻ ദുന്യാവിന്റെ പണ്ഡിതനാണ്. ആ പണ്ഡിതനെ ഗസാലി തങ്ങൾ പോലും വിളിച്ചു പറഞ്ഞത് വാഹനത്തിന്റെ പ്രൗഢി കാണിച്ച് ദുന്യാവിന്റെ സുഖ സൗകര്യങ്ങളെ കാണിച്ചു പോകുന്നവനെ കുറിച്ച് ദജ്ജാലിന്റെ പട്ടികയിലാ പെടുത്തിയത്. രാമന്തലി പറഞ്ഞതല്ല, ഗസാലി തങ്ങൾ പറഞ്ഞതാണ്. അവിടുന്ന് പഠിപ്പിച്ചത് അത്തരക്കാരെ അങ്ങനെ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. അവിടെ പ്രത്യേകം മർക്കബ് എന്ന് തന്നെ പറഞ്ഞിട്ട് പറയാണ്, ഇത്തരക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് ഇവരുടെ ആഡംബര ജീവിതത്തെ കാണിച്ചുകൊണ്ട് മരണത്തെ ഓർമ്മിപ്പിക്കാതെ ദുന്യാവിനെ ഓർമ്മിപ്പിക്കുന്ന വിഭാഗമാണെങ്കിൽ എന്ന് തന്നെ ബോധ്യപ്പെടും വിധത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ഗസാലി തങ്ങൾക്ക് ഇവരെ അറിയാം. ഗസാലി ഇമാം എഴുതി, ഇത്തരക്കാർ ദുന്യാവിന്റെ പണ്ഡിതന്മാർ ഇങ്ങനെ പോകുമ്പോ, ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാർ ഇത് കേൾക്കണം. ഇത് ഓൺലൈൻ ലൈവ് ഉണ്ടോ? ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കൾ കേൾക്കണം. ഇത് പറയുമ്പോൾ പലപ്പോഴും ഇവർ നമ്മളോട് സാധാരണ പറയുന്നൊരു മറുപടി ഉണ്ട്. SKSFകാരൊക്കെ കാണുമ്പോൾ പറയും, ഞങ്ങൾ ഉസ്താദിനോടുള്ള അസൂയ കൊണ്ടല്ലേ നിങ്ങൾ പറയുന്നത്. ഇത് ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്, ഇത്തരക്കാരോട് ഇത്തരം തെറ്റുകൾ കാണിച്ച് പറയാൻ തുടങ്ങിയാൽ അവർ പറയും ഞങ്ങളാളോടുള്ള അസൂയ കൊണ്ടല്ലേ എന്ന് ചോദിക്കും. അവർ ദുന്യാവിന്റെ ആളുകൾ തന്നെയാണെന്ന് അവിടുന്ന് വീണ്ടും പറയാം. ഇവരെ മുമ്പേ കണ്ടതുപോലെയാണ് ഈ പറച്ചിൽ. ഞാനിങ്ങനെ പേരോട് ഈ അടുത്ത് ഗസാലി തങ്ങളെ കുറെ ഉപദേശങ്ങൾ മാത്രം പറയാൻ തുടങ്ങിയപ്പോ ഞാനും ഒന്ന് നോക്കി. പേരോട് പറയുമ്പോ എന്തായാലും അതിന്റെ എതിരുണ്ടാവും ഉറപ്പാ. അങ്ങനെ നോക്കിയതാ. അപ്പൊ നോക്കുമ്പോഴേക്കാണ് പേരോട് പറഞ്ഞതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ നേരെ എതിരായിട്ടാണ് വരുന്നത്. തൊട്ടിപ്പുറത്ത് മൂപ്പര് മുറിച്ചിട്ട് പോരുക. മൂപ്പര മാതൃക പല്ലിയാണെന്ന് പണ്ടേ എനിക്കറിയാം. നമ്മള് പല്ലിനടിക്കാൻ പോയാൽ എന്താ സംഭവിക്കുക? വാല് മുറിച്ചിട്ടാണ് മൂപ്പരാണ്ട് പോകും. അതാണ് മൂപ്പര സിദ്ധാന്തം. ആ നിലയിൽ പോവാണെന്ന് മനസ്സിലായി. അങ്ങനെ ഈ ലോകത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വങ്ങളായിരുന്ന പണ്ഡിതന്മാർ അവർ അള്ളാഹുവിനോട് ചോദിച്ചപ്പോ അള്ളാഹു നൽകിയിട്ടുണ്ട്. സമസ്തയുടെ പണ്ഡിതന്മാർക്കെതിരെ കേസ് കൊടുത്തവരുടെ മുഖം കെടുത്തണേ എന്ന് ശംസുൽ കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥിച്ചപ്പോ അതിന്റെ ഫലം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ രൂപത്തിലും അല്ലാതെയും ഒരു നേതാവിന്റെ ചുറ്റും നിന്ന് പിന്നിൽ നിന്ന് ഒരു സമൂഹം മുഴുവൻ ശിഷ്യന്മാർ വിളിച്ചു പറയാണ്, ഉസ്താദെ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രവർത്തനത്തിൽ, നിങ്ങളുടെ പാണ്ഡിത്യത്തിൽ, നിങ്ങളുടെ പ്രവർത്തനത്തിൽ, നിങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വത്തിലും എല്ലാറ്റിലും തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞ ഒരാളെ, ഇതുപോലെ വിളിച്ചു പറഞ്ഞ ഒരാളെ ഒരുപക്ഷെ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ പറയും, നിങ്ങൾ ഉസ്താദല്ലേ, ഞങ്ങൾ ഉസ്താദ് പഠിപ്പിച്ചത് പണ്ട് ശംസുൽക്കെതിരെ പറയാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ ചോദിച്ചപ്പോ ഉസ്താദായാലും തെറ്റ് ചെയ്താൽ എതിർക്കണം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു?
കാന്തപുരം ഉസ്താദ് എന്ന ഞങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദിനെ ഞങ്ങൾ പിടിച്ചു. എന്നിട്ട് ആ ഉസ്താദിന്റെ ശിഷ്യൻ ഞങ്ങൾക്ക് പഠിപ്പിച്ച അന്ന് ഉസ്താദ് ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഞങ്ങൾ വലിയ ഉസ്താദിന്റെ കൂടെ കൂടി ഈ ഉസ്താദിനെ കൊണ്ടു. അത്രേ ഉള്ളൂ, ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല. പക്ഷെ കാന്തപുരം അങ്ങനെ പിടിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാന്തപുരം ശംസുൽമയെ തള്ളിയിട്ട് ശംസുൽമന്റെ മേലെയുള്ള ഒരു ഉസ്താദിനെ പിടിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാന്തപുരത്തിന്റെ സ്വന്തം ഉസ്താദ് KK ഹസ്രത്ത് ഉസ്താദാണ്. KK ഹസ്രത്ത് ഉസ്താദിനെ ആദ്യം കസറത്ത് എന്ന് വിളിച്ചു, കളിയാക്കി, പരിഹസിച്ചു സ്വന്തം ഉസ്താദിനെ. അങ്ങനെ പരിഹസിച്ചിട്ട് ആ ഉസ്താദിന്റെ ഉസ്താദാണ് ശംസുലുലമ. ശംസുലുലമയെ മൂപ്പര് തള്ളി. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾ ചെയ്തത് KK ഹസ്രത്ത് ഉസ്താദ് പറഞ്ഞതാണ് ശരിയെന്ന് ഞങ്ങൾ സത്യവൽക്കരിക്കുന്നു, ഞങ്ങളുടെ അനുഭവത്തിലൂടെ പഠിക്കുന്നു. അവിടുത്തെ ഉസ്താദ് ശംസുലുലമക്കും തെറ്റിയിട്ടില്ലെന്ന് അവിടുത്തെ ജീവിതത്തിന്റെ അവസാനത്തിൽ തന്നെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളോട് തെറ്റു കണ്ടാൽ ഉസ്താദ് പറഞ്ഞാലും അതിന്റെ കൂടെ നിൽക്കരുതെന്ന് പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അതുകൊണ്ട് ഞങ്ങളത് ചെയ്യുന്നു എന്ന് മാത്രം. കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന അങ്ങനെ ഫലിച്ചു. ആ പ്രാർത്ഥനയിൽ തന്നെ കണ്ണിയത്ത് ഉസ്താദ് മറ്റൊന്നുകൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, സമസ്തയെ സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ. അങ്ങനെ ഒന്നുകൂടി ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം. ആ നിലയിൽ ചിന്തിക്കുമ്പോ സമസ്ത നമ്മളോട് ആദ്യമായി ദഅവത്തിനൊരു കൈത്താങ്ങ് നിങ്ങളുണ്ടാവണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു. ആരാവശ്യപ്പെടുന്നത്? പ്രിയപ്പെട്ട പാണക്കാട് പൂക്കോയ തങ്ങളുടെ പുത്രൻ നമ്മുടെ പ്രിയപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെടുന്നു. സമസ്തയുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദ് ആവശ്യപ്പെടുന്നു. സമസ്തയുടെ സെക്രട്ടറി സൈനുൽ ഉലമ ചോദിക്കുന്നു. സമസ്തയുടെ ട്രഷറർ നമ്മുടെ പ്രിയപ്പെട്ട ജിഫ്രി തങ്ങൾ ചോദിക്കുന്നു. മഹാന്മാരായ ഉസ്താദുമാർ ചോദിക്കുന്നു. നമുക്കിത് നൽകാം, സുതാര്യമായി വളരെ സുന്ദരമായി നമുക്ക് നൽകാം. പിന്നെ നമുക്കൊന്നേ പറയാനുള്ളൂ കേസ് കൊടുത്തവരോട്, പുതിയ കേസുകാരോട്. മിനിമം യോഗ്യത കേസ് കൊടുക്കുമ്പോ പണ്ട് കേസ് കൊടുത്തപ്പോഴുള്ള യോഗ്യതന്റെ അത്രയെങ്കിലും ഉണ്ടാവണമല്ലോ. അപ്പൊ പുതിയ ആൾക്ക് യോഗ്യത ഉണ്ട്. മിനിയാന്ന് കേസ് കൊടുത്തു സമസ്തക്കെതിരെ, അയാളുടെ യോഗ്യത എന്താ? അയാൾ പറയേണ്ടി വന്നതുകൊണ്ട് പറയാണ്. എന്താണ് അയാളുടെ യോഗ്യത? അദ്ദേഹം ആ നാട്ടിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ വിവാഹധനം അപഹരിച്ചു എന്നാണ് മഹല്ല് കമ്മിറ്റി പറയുന്നത്. അങ്ങനെ കുറെ പ്രശ്നമുള്ള ആള്, അയാളെ നാട്ടിൽ അയാൾക്കെതിരെ പ്രകടനം പോലും നടത്തിയിട്ടുണ്ട് നാട്ടുകാർ. അയാളാണ് സമസ്തക്കെതിരെ കേസ് കൊടുത്തത്. ഏതായാലും മിനിമം യോഗ്യത ഷെയ്ഖുനാനോട് ചേർത്ത് വെക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ആളുകളാണ്. എന്നിട്ട് ഇവിടെയൊക്കെ പറഞ്ഞെന്താ? ഇവിടെയൊക്കെ പറഞ്ഞത് സമസ്തക്ക് പണം കൊടുക്കരുത്, കേസ് നടത്താനാണ് സമസ്ത കേസ് നടത്താൻ, ഈ വിധത്തിലൊരു കേസ് നടത്താൻ ഒരു 5 പൈസ ഉപയോഗിച്ചതിന്റെ തെളിവ് നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ വെല്ലുവിളിക്കാണ്. നിങ്ങൾ വാദമുന്നയിക്കുന്ന ആള് തന്നെ തെളിവ് കൊണ്ടുവരണമെന്നല്ലേ നിങ്ങൾ വാദിക്കാറുള്ളത്? വാദിക്കുന്നയാള് തെളിവ് കൊണ്ടുവരണമെന്നല്ലേ നിങ്ങൾ വാദിക്കുന്നു? സമസ്ത കേസ് നടത്താനാണ് പണം വാങ്ങുന്നത്, സമസ്ത കേസ് നടത്താൻ പണം വിനിയോഗിച്ചിട്ടുണ്ട്. ഈ 2 വാദങ്ങളിൽ നിങ്ങൾക്കുള്ള തെളിവ് കൊണ്ടുവരാൻ കഴിയോ? മറിച്ച് എനിക്ക് പറയാൻ കഴിയും, സമസ്ത അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, സമുദായത്തിന്റെ ശത്രുവായ മോഡിയിൽ നിന്ന് 5 കോടി രൂപ നിങ്ങൾ വാങ്ങിയെന്ന് മർക്കസിലെ കണക്ക് പുസ്തകത്തെ സാക്ഷിയാക്കി എനിക്ക് പറയാൻ കഴിയും. ഞാൻ അന്ന് മർക്കസിലുള്ള കണക്ക് പുസ്തകത്തിലെ ഏതു ഭാഗത്തുണ്ടെന്ന് കാണിച്ചു തരാൻ എനിക്ക് കഴിയും. നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ കൊടുത്തയാളുടെ കയ്യിലുള്ള രേഖയിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. എന്തേ? അതാണ് നമ്മൾ പറയുന്നതിന്റെ തെളിവ്. നിങ്ങൾ 5 കോടി മോഡിയിൽ നിന്ന് വാങ്ങിയെന്നതിന്റെ തെളിവ് ആരോപണം നമ്മൾ ഉന്നയിച്ചു. ആ ആരോപണത്തിന്റെ തെളിവ് കാണിച്ചു തരാൻ ഈ നാട്ടിൽ നിന്നും വെല്ലുവിളിക്കാണ്. മർക്കസിലേക്ക് വന്ന് കാണിച്ചു തരാൻ നമുക്ക് കഴിയും. പക്ഷെ മറിച്ച് ഇതുപോലെ സമസ്ത കേസ് നടത്താൻ വേണ്ടി പണം പിരിച്ചു എന്ന് പറയുന്ന ഒരു തെളിവ് ഒന്ന് ഹാജരാക്കാൻ അള്ളാഹുവിന്റെ ഈ ദുനിയാവ് നിങ്ങൾക്ക് സാധിക്കില്ല. അത് സമസ്തയുടെ സുതാര്യതയാണ്. ഞാനതിവിടെ കണ്ടതാണ്, ഇവിടുന്ന് പഠിച്ചതാണ്, മറ്റേതും അവിടുന്നും കണ്ടതാ. ഇത് രണ്ടും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഇനി വേറൊരു തെളിവ് എനിക്ക് ആവശ്യമില്ലല്ലോ. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ സമസ്ത കേരള ജമിയത്തുൽമയുടെ ഉസ്താദുമാരെ പരിഹസിക്കുകയും പ്രിയപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കേസ് കൊടുത്തു. ആരായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്? പ്രിയപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ മഹത്വത്തെ ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് കണ്ണിയത്ത് ഉസ്താദ് ഒരിക്കൽ കാസർഗോഡ് ജില്ലയിലെ കുമ്പളക്കടുത്തുള്ളൊരു പ്രദേശത്ത് കണ്ണിയത്ത് ഉസ്താദ് പോയി. അവിടെ ആ നാട്ടുകാർ കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞു, മഴ വേണം,
മഴ വേണമെന്ന് പറഞ്ഞപ്പോ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തു, അവിടെ മഴ പെയ്തു. അതുപോലെ തന്നെ ആ പരിസരത്തിനടുത്ത് തന്നെ മറ്റൊരിക്കൽ ഇതുപോലെ സമസ്തയുടെ ഒരു സമ്മേളനം നടക്കുന്നു. സമ്മേളനം നടക്കുമ്പോ കണ്ണിയത്ത് ഉസ്താദിനോട് വന്നിട്ട് ആളുകൾ പറഞ്ഞു, ഉസ്താദേ, പരിസരത്ത് മുഴുവൻ മഴയുണ്ട്, നമ്മളെ നാട്ടിൽ ഇപ്പോ മഴ പെയ്താൽ, മഴ അനിവാര്യമാണെങ്കിലും ഇപ്പോ മഴ പെയ്താൽ നമുക്കത് ബുദ്ധിമുട്ടാകും. കാരണം നമ്മുടെ പ്രവർത്തകർ ഇത്ര ദിവസവും കഠിനാധ്വാനം ചെയ്തിട്ട് നമ്മുടെ ആശയത്തെ ബിദ്അത്തിനെതിരെ, ഇതുപോലെ ലലാലത്തുകൾ വരുമ്പോ അതിനെതിരെ തിരിച്ചുവെച്ച ആ ഇൽമിന്റെ മജ്ലിസ് മഴ കൊണ്ട് പ്രശ്നമായാൽ ഒരുപാട് ആളുകൾ വെറുതെ തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോ വേദിയിലിരുന്ന് ദുആ ചെയ്തു, റബ്ബേ, ഇവിടെ ഇപ്പോൾ മഴ വേണ്ട, ഇത് കഴിഞ്ഞിട്ട് ഈ നാട്ടുകാർക്ക് നീ നല്ല മഴ കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചപ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയുടെ ഫലമുണ്ടായി. കോരിച്ചൊരിഞ്ഞ് പേമാരി പോലെ പെയ്തുകൊണ്ടിരുന്ന മഴ അവിടെ ചുറ്റും നിന്നു. ആ പ്രദേശത്ത് മാത്രം മഴയില്ല, സമ്മേളനത്തിന്റെ പരിധിന്റെ തൊട്ടടുത്ത് മാത്രം മഴയില്ല. സമ്മേളനം കഴിഞ്ഞിറങ്ങിപ്പോകുന്ന സമയത്ത് അതാ കോരിച്ചൊരിയുന്ന മഴ പെയ്യുന്നു. ഇത് കണ്ണിയത്ത് ഉസ്താദാണ്, റബ്ബിനെ ഭയപ്പെട്ട പ്രിയപ്പെട്ട പണ്ഡിതനാണ്. ലോകത്തൊരു കുറ്റവും ഏറ്റുപറയാനില്ലാത്ത, വിളിച്ചു പറയാനില്ലാത്ത, വിമർശകരൊരിക്കലും വിമർശിച്ചിട്ടില്ലാത്ത, പറയാൻ കഴിയുന്ന വിധത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത പ്രിയപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മറ്റൊരിക്കൽ ഒരു നാട്ടുകാർ വിളിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല, അതുകൊണ്ട് ഉസ്താദിന്റെ ഡേറ്റ് ഒന്ന് വേണം, ഒന്ന് പ്രാർത്ഥിക്കണം. ഉസ്താദ് ദുആ ചെയ്താൽ റബ്ബ് മഴ തരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഉസ്താദ് വന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് കണ്ണിയത്ത് ഉസ്താദിനെയും കൂട്ടിപ്പോയി. കണ്ണിയത്ത് ഉസ്താദ് പോയി ഇങ്ങനെ ആ സദസ്സിലിരുന്ന് ദിക്റുകൾ ചൊല്ലിയിട്ട് റബ്ബിനോട് കൈകൾ ഉയർത്തിയിട്ട് കണ്ണിയത്ത് ഉസ്താദ് വിളിച്ചു. റബ്ബിനെ വിളിച്ചിട്ട് പറഞ്ഞു, നാഥാ, ഈ നാട്ടുകാർക്ക് മഴ വേണം, നീ മഴ കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് കരഞ്ഞ ദുആ അങ്ങനെ കഴിഞ്ഞു. മഴ പെയ്തില്ല. ജനങ്ങളൊക്കെ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയില്ലേ, ഉസ്താദ് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടും. രാത്രി വീട്ടിലെത്തുമ്പോ ഇന്ന് നമുക്കെന്തായാലും മഴ കിട്ടും, വേദിയിലിരുന്ന് ഉസ്താദ് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയില്ലെങ്കിലും പിന്നെ കിട്ടും എന്ന സന്തോഷത്തിൽ ഇങ്ങനെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആ നാട്ടുകാരൻ ഇവിടെയുള്ള മൈക്കുകാരനെ പോലെ മൈക്ക് ഓഫ് ചെയ്യാൻ മറന്നു. അയാൾ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല, ആളുകൾ പോയിക്കൊണ്ടിരുന്നു. മറ്റു ഭാഗത്ത് പലതും അദ്ദേഹം ശരിയാക്കിക്കൊണ്ടിരുന്നതിനാൽ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദ് എഴുന്നേറ്റില്ല, വേദിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ണിയത്ത് ഉസ്താദ്. എന്നിട്ട് പറഞ്ഞു, റബ്ബേ, ഓർമ്മയുള്ള കാലത്ത് അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യാതെ ഞാൻ ജീവിച്ചത് നിന്റെ ഏറ്റവും ശ്രേഷ്ഠ അനുയായി, ശ്രേഷ്ഠ സൃഷ്ടികളിൽപ്പെടാനാണ്. റബ്ബേ, ഈ കണ്ണിയത്ത് അഹമ്മദ് ചോദിച്ചിട്ട് നീ മഴ തന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്ന് പോകുന്നില്ല, നീ മഴ തരാതെ ഞാൻ പോകുന്നില്ല എന്ന് മൈക്കിന്റെ മുന്നിലിരുന്ന് ഒറ്റയ്ക്കിങ്ങനെ പറയുമ്പോ മൈക്ക് ഓഫ് ചെയ്തു എന്ന ധാരണയിലാ കണ്ണിയത്ത് ഉസ്താദ്. പക്ഷേ മൈക്കിലൂടെ ശബ്ദം പുറത്തു വന്നു. തിരിച്ചു പോകുന്ന നാട്ടുകാരൊക്കെ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് വേണ്ടി മഴ ചോദിക്കാൻ വന്ന കണ്ണിയത്ത് ഉസ്താദ് പോകാതെ നമ്മൾ വീട്ടിൽ പോയിരുന്നിട്ട് എന്താ കാര്യം? പ്രിയപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ചോദ്യത്തിന്, റബ്ബിനോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടും വരെ നമുക്കും ഇരിക്കാം എന്ന് പറഞ്ഞ് സദസ്സു പോയി ആമീൻ പറഞ്ഞിരിക്കുമ്പോ അതാ കോരിച്ചൊരിയുന്ന മഴ വന്നു. അതാണ് കണ്ണിയത്ത് ഉസ്താദ്. അല്ലാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയെ നോക്കിയിട്ട് ഉസ്താദേ ദുആ ചെയ്തോളൂ എന്ന് പറയുമ്പോ ആ പ്രാർത്ഥനയെ കാണിക്കുന്നതല്ല കണ്ണിയത്ത് ഉസ്താദ്. അതൊരു കലാപരമായ പ്രാർത്ഥനയല്ല, കലാപരായിരുന്നില്ല പ്രാർത്ഥന. ഇവരങ്ങനെയാണിപ്പോ. ഇതൊക്കെ ദുആണ്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി, അള്ളാഹുവിൽ നിന്ന് ചോദിക്കുകയാണ്. ഇവരിപ്പോ എന്താ ചെയ്തത്? ഞാനൊരു 5-6 മാസം മുമ്പ് സിറാജിലൊരു ന്യൂസ് കണ്ടു. ചെയ്തന്മാരൊക്കെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷേ ആ സ്ഥാനത്തിന് പറ്റാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത് സമത്തെ പ്രാർത്ഥനയെപ്പോലും മലീമസമാക്കുന്ന ചുറ്റുപാടുണ്ടാവരുത്. എന്താ കണ്ടത്? ആസ്ട്രേലിയയിൽ നിന്നും സ്വലാത്ത് നഗറിൽ നടക്കുന്ന സമ്മേളന ദുആ സദസ്സിലേക്ക് ആസ്ട്രേലിയയിൽ നിന്നും വീഡിയോ കോൺഫറൻസ് വഴി ഖലീൽ തങ്ങൾ ദുആ ചെയ്യുന്നു. ദുആക്കൊക്കെ ഇവിടെ ഒരുപാട് തങ്ങന്മാരില്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇല്ലേ, തങ്ങളെ ജ്യേഷ്ഠനില്ലേ, അഞ്ചന്മാരില്ലേ? വീഡിയോ കോൺഫറൻസ്, വീഡിയോ തുറന്നു വെച്ച് തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യ, ഇവിടുന്ന് ആമീൻ പറയാം. അതിന്റെ ന്യായം എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഇത് അള്ളാഹുവിനുള്ള തമാശയും കളിയാണോ പ്രാർത്ഥന? പണ്ഡിതന്മാർ പറയാറുണ്ട്, ചില ദുആകളിലൊക്കെ ശബ്ദമുയർത്തി ദുആ ചെയ്യുന്ന അവസ്ഥകളെ കാണുമ്പോ
സൂക്ഷ്മാലുക്കൾ പറയാറുണ്ട്, ഒന്ന് ശബ്ദം താഴ്ത്തി റബ്ബിനോടാണ് ചോദിക്കുന്നതെന്ന് ചിന്ത വേണമെന്ന് ഉപദേശിക്കുന്നൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ ഇത്തരം ഒരു വേണ്ടാത്തരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇതുപോലെ പ്രാർത്ഥനകളെ കലാവൽക്കരിച്ച് അതിനെയും അങ്ങനെ കാണിക്കുന്ന ഒരു സംസ്കാരം കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ചിട്ടില്ല. ആ കണ്ണിയത്ത് ഉസ്താദ് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ശംസുൽ ഉലമ ആരാണ്? ശംസുൽ ഉലമയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പലതും നമുക്കറിയാം. ക്രിസ്ത്യാനികളുമായി സംവാദം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ക്രിസ്ത്യാനികൾപ്പെട്ട കുറെ ആള് പോയിട്ട് ശംസുൽ ഉലമയെ പരിഹസിക്കാൻ വേണ്ടി ചില അച്ഛന്മാരൊക്കെ പോയത്രേ. എന്നിട്ട് ചോദിച്ചു ശംസുൽ ഉലമയോട്, പാണ്ഡിത്യത്തിന്റെ ഗരിമ അറിയാൻ ഇങ്ങനെ നോക്കണം, അല്ലാതെ ഏതെങ്കിലും രാജാവിന്റെ മുന്നിൽ പോയി എന്നതുകൊണ്ട് ഒരാളെ പണ്ഡിതനായി കണക്കൂട്ടാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, യൂസുഫ് അലി ആരാ? ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാവൂലേ? അയാൾ കേരളവും UAE-യും തമ്മിലുള്ള പ്രശ്നം പോലും പരിഹരിച്ച ആളാണ്. അപ്പൊ എനിക്ക് അങ്ങനെയാണോ അളക്കുന്നത് ഒരാളെ? പക്ഷേ ശംസുൽ ഉലമ അങ്ങനെ ഇരിക്കുമ്പോ പോയിട്ട് പരിഹാസ രൂപേണ ക്രിസ്ത്യാനികൾ ചോദിച്ചു അത്രേ ശംസുൽ ഉലമയോട്, നിങ്ങളുടെ പ്രവാചകർ അള്ളാഹുവുമായി ദൈവവുമായി ഏറ്റവും അടുത്ത ആളാണെന്നല്ലേ പറയുന്നത്? അപ്പൊ നിങ്ങളുടെ ഈ പ്രവാചകർ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും ഉത്തരം ലഭിക്കുന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. യേശുക്രിസ്തു എന്ന ഞങ്ങളുടെ ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനല്ല, പ്രവാചകൻ മാത്രമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ താഴ്ത്തുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശംസുൽ ഉലമയൊന്ന് വേരട്ടാൻ വേണ്ടി പോയതാണ്, കളിയാക്കാൻ പോയതാണ്. എന്നിട്ട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പൗത്രന്മാർക്കെതിരെ അക്രമം നടക്കുകയും കൊലപാതകമടക്കം നടക്കുകയും ചെയ്തപ്പോ അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രവാചകനെ പറഞ്ഞുകൂടെ, എന്റെ പൗത്രന്മാർ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒന്നവരെ രക്ഷപ്പെടുത്താൻ പടച്ചവനെ നീയൊന്ന് ശ്രമിക്കണം എന്ന് പറഞ്ഞുകൂടെ, എന്തേ ശ്രമിക്കാതിരുന്നത് എന്ന ഒരു പരിഹാസ ചുവയുള്ള ചോദ്യം ചോദിച്ചു. ഇത് കേട്ടാൽ നമുക്ക് തന്നെ ചിലപ്പോൾ ഉത്തരം മുട്ടും. എത്ര പാണ്ഡിത്യം ഉണ്ടായിട്ട് കാര്യമില്ല, ഈ പരിഹാസത്തിന് ചിലപ്പോൾ ഉത്തരം മുട്ടും. പക്ഷേ ശംസുൽ ഉലമക്ക് അള്ളാഹു നൽകിയ ഒരു അപാരമായ അനുഗ്രഹം എന്തായിരുന്നു? എന്ത് ചോദിച്ചാലും നിമിഷാദ്രങ്ങളെ കൊണ്ട് മറുപടി പറയാൻ ശംസുൽ ഉലമക്ക് കഴിയുമായിരുന്നു. ശംസുൽ ഉലമ പറഞ്ഞു ഇയാളോട്, മുഹമ്മദ് നബി പോയിരുന്നു കംപ്ലൈന്റ് പറയാൻ അള്ളാഹുവിനോട്, ഇങ്ങനെയൊക്കെ എന്റെ കുടുംബത്തിൽ വിഷമങ്ങളുണ്ട് എന്ന് പറയാൻ പോയിരുന്നു. അള്ളാഹുവിന്റെ അടുത്തെത്തി നോക്കിയപ്പോ അള്ളാഹു താടിക്ക് കൈയും വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. ചോദ്യത്തിന് പറ്റുന്ന മറുപടിയാണ്, താടിക്ക് കൈയും വെച്ചിരിക്കുക. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ടെൻഷനായി. എന്താ ഇപ്പൊ പടച്ചോൻ ഇങ്ങനെ ഇരിക്കുന്നത്, എന്ത് പടച്ചോൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, ഒന്നുമില്ല, നിങ്ങൾ എന്തിനു വന്നതാണെന്ന് ചോദിച്ചു. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്റെ പൗത്രന്മാരെ ഇങ്ങനെ ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്തൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് അവർക്കൊരു രക്ഷ, അതിനുവേണ്ടി ചോദിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞത്രേ, ഇതാണോ നിങ്ങളെ കംപ്ലൈന്റ്? നിങ്ങളെ പൗത്രന്മാരെ കാര്യമാണോ? എന്റെ പുത്രനല്ലേ ഈസാ നബി, ആ ഈസാ നബിയെ കുരിശിൽ തറച്ചതിന്റെ സങ്കടത്തിലാണ് ഞാനിരിക്കുന്നത്. അച്ഛന്മാർ ഉത്തരം പറയാൻ കഴിയാതെ പിന്നോട്ട് പോയി. ഇവിടെ കിതാബ് ആയത്തോ ഹദീസൊന്നും ഓതിയില്ല. ശംസുൽ ഉലമയുടെ കുശാഗ്ര ബുദ്ധി പറഞ്ഞ മറുപടി, അവിടുന്ന് പറഞ്ഞ മറുപടികളൊന്നും ബുദ്ധി മാത്രമായിരുന്നില്ല. ആ ബുദ്ധിയെ നിയന്ത്രിച്ചത് ശൈത്താനിയായ ശക്തികളല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഹിഫ്ള് കൊണ്ടുണ്ടായ മഹത്തായ അനുഗ്രഹമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ ബുദ്ധി പിഴക്കില്ല, ഒരിക്കലും പിഴച്ചിട്ടില്ല ഒരിക്കലും. അവിടുന്ന് പറഞ്ഞില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ആരെക്കുറിച്ച്? ഈ സമൂഹത്തെക്കുറിച്ച്. ഒരുപാട് ആളുകളുണ്ട്, മനുഷ്യന്മാർ ഒരുപാടുണ്ട്, പക്ഷേ ചില കഴുതകളുണ്ടാവാം മനുഷ്യരിൽ. ആ കഴുതകൾ ഇവന്റെ കൂടെയാണ്. ഈ അടുത്തല്ലേ നമ്മൾ സ്വാലിഹ് സഖാഫി പറഞ്ഞത്, നമ്മൾ ഉസ്താദിന്റെ അനുയായികളൊക്കെ കഴുതകളാണ്. ശംസുൽ ഉലമ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമല്ലേ. കാരണം ഞാൻ ഇപ്പോ സോഷ്യൽ മീഡിയകളുടെ കാലാണല്ലോ. ഒരു ഞാൻ ഇങ്ങനെ വായിച്ചു, അതിലൊന്ന് കാണിക്കുകയാണ്, AP അബൂബക്കർ മുസ്ലിയാരുടെ ഫോട്ടോ ആണ്. എന്നിട്ട് അതിന്റെ നേരെ തിരുകേശം കത്തില്ല, കത്തിച്ചാൽ കത്തില്ല, പക്ഷെ അത് കത്തിക്കാൻ പാടില്ല. എന്നിട്ട് ഏതുപോലെ എന്ന് പറഞ്ഞിട്ട് ഒരു ഉദാഹരണം പറയാണ്, പകല് പോലെ. ഉദാഹരണം പറഞ്ഞാണ് ഈ സംഭവം ഒരു പകല് പോലെ. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഫോട്ടോ. എന്നിട്ട് അതിന്റെ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നു, ഉസ്താദ് പറഞ്ഞ ആ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല, തിരുകേശം കത്തും, മോജിസത്ത് വഫാത്തിന് ശേഷം മുറിയും, പൊന്മള. എന്നിട്ട് ഇപ്പുറത്ത് ഏതുപോലെ? പകല് പോലെ, രാത്രി പോലെ. മേലെ ഒന്ന് പകല് പോലെയാണ്, ഒന്ന് രാത്രി പോലെ. രണ്ടും വ്യത്യാസമുണ്ട്. ഒരേ സംഘടനയുടെ രണ്ട് നേതാക്കളുടെ വാദമാണ്.
അതിൽ വളരെ രസകരമായി വരച്ചു വെച്ചു. വളരെ ക്രിയേറ്റീവ് ഐഡിയ ഉള്ള കാര്യമാണ്, തമാശയല്ലാതെ കാര്യമായിരുന്നു. താഴെ ഒരു കഴുതയുടെ ചിത്രമുണ്ട്. ആ കഴുതയുടെ ശംസുലും പറഞ്ഞ വാക്കാണ്, വളരെ മോശമാക്കാനൊന്നുമില്ല. കഴുതയും കിതാബൊക്കെ ചുമക്കാറുണ്ട്, അതൊന്നും പ്രശ്നമില്ല. അപ്പോ ഈ കഴുതയുടെ ചിത്രം കൊടുത്തിട്ട് അവിടെ ഉണ്ട്, അത് ഈ അനുയായികളാണ് എന്ന് ഇവര് തന്നെ സ്വയം പറയിക്കുകയാണ്. അവിടെ പറയാണ്, പൊന്മൾ ഉസ്താദ് പറഞ്ഞതും AP ഉസ്താദ് പറഞ്ഞതും ഒന്നു തന്നെ, അനുയായികൾ. അപ്പൊ പിന്നെ ഈ കൗമിന്റെ അവസ്ഥ ഒന്ന് നോക്കൂ. ഒരാൾ പറഞ്ഞ് കത്തും, മറ്റാൾ പറയാണ് കത്തൂല. അനുയായികൾ പറയാണ് രണ്ടാളും പറഞ്ഞത് ശരിയാണ്. പണ്ടൊരാൾ പറഞ്ഞു ഇത്ര എന്തോന്ന് ചോദിച്ചപ്പോ ഇതേപോലെ അത് അഭിപ്രായത്തെ പറ്റി എന്താ, അത് ശരി തന്നെയാണെന്ന്. അപ്പൊ വേറെ ആൾ വന്നിട്ട് അല്ല ചങ്ങായി എന്താ പറഞ്ഞത്, അത് എനിക്ക് കണ്ടാ ബോധ്യപ്പെടൂലേ, അത് തെറ്റാണെന്നുള്ളത്. അപ്പൊ ഇവരോട് പറഞ്ഞു അതെ 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 തെറ്റന്നെയാണ്. അപ്പൊ ഇത് രണ്ടും കണ്ടപ്പം വേറൊരാൾ വന്ന് ഇയാളോട് ചോദിച്ചത്ര എന്താ നീ ചെയ്തു, ഒരു കാര്യത്തിന് രണ്ടഭിപ്രായം നൗഷാദാസിനെ പോലെ എനിക്കുണ്ടോ, അത് ശരിയില്ലല്ലോ, ഒന്നിൽ അങ്ങനെയും ഒന്നിൽ ഇങ്ങനെയും പറയുന്നത്, അതും ശരി തന്നെയല്ലേ എന്ന് പറയുന്ന നിലപാട് ഈ കൗമിന് മാത്രം ഉണ്ടാവുള്ളൂ. ഈ ഒരു വിഭാഗത്തിന് മാത്രം അള്ളാഹു കനിഞ്ഞരുളിയതെന്ന് വേണം നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് വിഷമില്ലാതിരിക്കാൻ. ശംസുൽ ഉലമ ഇവരെ പറ്റി അന്നെന്താ പറഞ്ഞത്, മനുഷ്യന്മാരിൽ കഴുതകളുണ്ട്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില കഴുതകളുണ്ടാവും, അതൊക്കെ ബന്റെ കൂടെയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ലെന്ന് ലോക ചരിത്രത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കിതാബുകളിലൊക്കെ നമുക്ക് വായിച്ചെടുക്കാം, ഹദീസുകളൊക്കെ തെളിവാണ്. ലോകത്തൊരു സുന്നി പണ്ഡിതനും അത് അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, അങ്ങനെ ലോകത്തൊരു സുന്നി എന്ന് പറഞ്ഞൊരു പണ്ഡിതൻ പറഞ്ഞെങ്കിൽ അത് പേരോടെ സഖാഫി മാത്രമാണ്. ഈ സംഭവം ഉണ്ടായപ്പോ ഞാനും ജിഷാൻ മാഹിയും കൂടിയിട്ട് ഞങ്ങളിങ്ങനെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോ അവസാനം ഞങ്ങളെ കൂടി തീരുമാനിച്ചു, പേരോട് ഇങ്ങനൊരു വാദം ഉണ്ടെങ്കിൽ സലാം സുലമി എന്താ പറയാൻ നോക്കാം. മുജാഹിദിന്റെ ഏറ്റവും വലിയ മുഹദ്ദിസ് എന്ന് അവർ പറയാം, നമ്മള് മുഹദ്ദിസ് എന്ന് പറയുന്ന ആളാണ്. അയാളെ ആ സലാം സുലമിനെ വിളിച്ചു നോക്കി, എന്നിട്ട് ചോദിച്ചു, സലാം സുലമി, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടാവില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ചില ആളുകൾ ഉണ്ടാവൂന്നും പറയുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് അതിലെന്താ വാദം? സലാം സുലമി പണ്ടേ വാദിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടാവൂന്നാണ്. പക്ഷേ ഇത് ഇയാളോട് ചോദിച്ചപ്പോ ഇയാൾ തിരിച്ച് ചൂടായിട്ട് ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ പറ്റി അത്തരം ചർച്ചകൾക്ക് പോകുന്ന? റസൂലുള്ളാഹിക്ക് അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് എന്താ ഛേദം മക്കളെ? അപ്പൊ സലാം സുലമി പേരോടിനേക്കാൾ നല്ല അളവാണ്, അപ്പോഴും പേരോട് താഴെ കിടക്കുകയാണ്. ചിന്തിച്ചു നോക്കണം നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറാണ്, പ്രോജ്വലിക്കുന്ന പ്രകാശത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേകത പറയുന്നിടത്ത് എണ്ണി എണ്ണി പറഞ്ഞ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാ. പണ്ഡിതന്മാരുടെ ഇടയിലൊക്കെ ചർച്ച നടക്കുമ്പോൾ പറയാറുണ്ട്, ഇവരെന്നെ ഇപ്പൊ പറയുന്നത് എന്താ, ഇവർ പറയാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ലാതിരിക്കാനൊരു കാരണമുണ്ട്. എന്താ? അത് നജസിലും അതുപോലെയുള്ള സ്ഥലത്തോ മറ്റുള്ളവരെ ചവിട്ടിപ്പോവാതിരിക്കാനാണ്. ഇവരിപ്പോ ഉണ്ടാക്കിയതാ, അങ്ങനെ പണ്ടേ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ലാതിരിക്കാൻ കാരണം നൂറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നത് തന്നെയാണ്. അതിന്റെ ഉപശാഖ അല്ലെങ്കിൽ അതിന്റെ സമറത്ത് എന്ന് പറയാൻ പറ്റുന്ന കാരണം മാത്രം, സംഭവം മാത്രമാണ് നിഴലുണ്ടായാലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ. ഇതൊന്നുമല്ല കാരണം. യഥാർത്ഥ കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറാണ് എന്നത് മാത്രമാണ് തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും നിഴലുണ്ടാവില്ല എന്നാ. സൂര്യപ്രകാശത്തിലോ ചന്ദ്രപ്രകാശത്തിലോ എവിടെയാവട്ടെ, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടിക്കോ തീർച്ചയായും ഉണ്ടാവില്ല എന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന മുടിക്ക് നിഴലുണ്ടെന്ന് എനിക്കുറപ്പുണ്ട്. അപ്പൊ ചിലപ്പോ AP വിഭാഗത്തിന്റെ ആളുകൾ പറയും നീ കളവ് പറയാണ്. എന്നാൽ ഞാൻ രണ്ടാമത്തെ സാക്ഷിനെ പറഞ്ഞ ഹമീദ് ഫൈസി തെളിയിച്ചിട്ടുണ്ട് നിഴലുണ്ടെന്ന്, ഇഷാൻ മാഹി തെളിയിച്ചിട്ടുണ്ട് നിഴലുണ്ട്. ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയല്ല എന്നുറപ്പാ. കാരണം എന്താ? അതേ കേന്ദ്രത്തിലെ അതേ പ്രൊഡക്റ്റ് ബഹുമാനപ്പെട്ട നിങ്ങളുടെ ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജാലിയ വാല എന്ന ആൾ കൊണ്ടുവന്നത് ഈ എയർപോർട്ടിലേക്കാണ്. ഇനി ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത് അയാൾ ഇറങ്ങിയോണ്ടാണോ വലിയ ഫ്ലൈറ്റ് ഒക്കെ ഇവിടുന്ന് പോകുന്നത്? ജാലിയ വാല കോഴിക്കോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ട് നേരെ ബാക്കിലേക്ക് പോയാൽ കിട്ടുന്ന സ്ഥലമാണ് കുന്നുംപുറം. കുന്നുംപുറത്ത് എടക്കാപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ അന്ന് താമസിക്കുന്നത്. നേരെ എന്റെ വീട്ടിലേക്കാണ് ബഹുമാന്യര് വന്നത്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കെട്ടുണ്ടായിരുന്നു, അതിൽ 3 മുടി, കാന്തപുരത്തിന് കൊടുത്ത അതേ പ്രൊഡക്റ്റ്.
ആ 3 എനിക്ക് തന്നു, ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്, അതിന് നിഴലുണ്ട്. അപ്പൊ ചില എപിക്കാർ ചോദിക്കുന്ന ധൈര്യമുണ്ടോ കത്തിക്കാൻ? ഞാൻ കത്തിക്കൂല. അതെനിക്ക് ഏത് SKSF നേതാക്കളല്ല ആര് പറഞ്ഞാലും ഞാൻ കത്തിക്കൂല. കാരണം എന്താ, ഞാൻ ഉസ്താദും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അതിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കത്തിക്കില്ല എന്നുള്ള തീരുമാനത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, AP ഉസ്താദ് കത്തിച്ചാൽ മൂപ്പരെ കച്ചവടം മുട്ടും, പിന്നെ സാധനം ഇല്ലല്ലോ അവിടെ കത്തിയാലും. ഞാൻ കത്തിച്ചാൽ എന്റെ തെളിവും പൊട്ടു, നേലുണ്ടെന്ന് കാണിക്കണം, ഈ സാധനം അവിടെ വേണ്ടേ. അപ്പൊ ഞങ്ങൾ രണ്ടാളെ തീരുമാനമാണിത്. ഇനി APക്കാർക്കാർക്കും വല്ലാതെ വെല്ലുവിളി ഉണ്ട്, വന്നോളി, അതിൽ 1 കത്തിച്ചു കാണിച്ചതാണ്, അതിന് മോശമല്ല. അപ്പൊ ഈ മുടി ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, അതിന് നിഴലുണ്ട് എന്ന് ഉറപ്പാണ്. എന്റെ സഹോദരിമാരെ ഞാൻ ചോദിക്കട്ടെ, ഇത് ആരുടെയോ മുടിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല. ആ മുടിയിട്ട വെള്ളം കുടിക്കുന്ന നിങ്ങളും ചിന്തിച്ചു നോക്ക്. നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ഒരു സഹോദരി ഉണ്ടാവില്ലേ, ആ സഹോദരന്റെ മുടിയുടെ കഷ്ണം എടുത്തിട്ടൊരു വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുടിക്കുന്ന അവസ്ഥകളൊന്ന് ചിന്തിച്ചു നോക്കൂ, ശരിക്കും ചിന്തിച്ചു നോക്കൂ. വേണ്ട, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന ബഹുമാനപ്പെട്ടവരുടെ മൂത്ത മകൾ പോലും അത് കുടിക്കാറില്ല. എന്നിട്ടല്ലേ നിങ്ങൾക്കത് വേണ്ടത്? സ്വന്തം മൂത്ത മകളുടെ ഭർത്താവ് അബ്ദുൽ ബാരി ഉസ്താദാണ്, അത് കുടിക്കാൻ കുടിക്കാറില്ല. പിന്നെ നമ്മൾ ഈ കൊണ്ടോട്ടിയിലും ഒളവട്ടൂരുള്ള നമ്മൾ ഇത് വാങ്ങി കുടിക്കേണ്ടതുണ്ടോ? പൊന്മളയോ മൂപ്പര് തീരെ കുടിക്കാറില്ല, മൂപ്പര് മിക്സ് ചെയ്തിട്ടേ കൊടുക്കാറുള്ളൂ. മൂപ്പർക്ക് വിശ്വാസമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറ മുബാറക്കിട്ട വെള്ളമാണ്, പിന്നെ വീണ്ടും അതിലേക്ക് സംസം വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നും വരില്ല. കാരണം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ ആദ്യം പ്രസംഗത്തിൽ പറയുന്നുണ്ട്, മർക്കസിൽ ഈ മുടിയിടുന്ന സമയത്ത് അതിൽ പിന്നെ ഈ പറയപ്പെട്ട സംസം വെള്ളം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, പിന്നെയും മിക്സ് ചെയ്യണം. എന്താ അതിൽ ഇങ്ങോട്ടെത്തുമ്പോഴേക്കും അത് കുറഞ്ഞു പോകുന്നുണ്ടോ സ്ട്രോങ്? ഈ വിധത്തിലുള്ള ഇങ്ങനെ പറഞ്ഞു നടന്ന് ഇങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുന്ന ഒരു സമൂഹം ഈ മുടിയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇവർ യഥാർത്ഥ ഇസ്ലാമിന്റെ വാക്താക്കളാണെന്ന് തോന്നിപ്പിച്ച ഒരു കാലത്തെയും ഒരു സമൂഹത്തെയും നമുക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരെന്തെങ്കിലും വന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഇവരെ വിശ്വസിക്കരുത്. ഇവരിപ്പം മരുന്നും ഗുളികയൊക്കെയായിട്ട് വരുന്നുണ്ട്. പല സ്ഥലത്തുള്ള ആളുകൾ മരുന്നും കൊണ്ടുവരും, സാന്ത്വനം എന്ന് പറഞ്ഞു വരുമ്പോൾ ആളുകൾ ചോദിക്കത്രേ, ആളുകൾ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് ചോദിക്കുന്നത്? ഇത് ഒറിജിനലാണ് വ്യാജനാണോ മരുന്നേ? ഇവർ കൊണ്ടുവരുന്ന എന്താന്ന് പറയാൻ പറ്റുമോ? ഈ വിധത്തിലേക്ക് ഇവരുടെ പ്രവർത്തനത്തെ ജനം അളന്നിട്ടുണ്ട്, തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊരു തോന്നലുണ്ട്, ഇവരെ പോലെയാണ് ദുനിയാവുള്ളവരൊക്കെ. അതുകൊണ്ടാണ് ഇവർ സമസ്തയുടെ പിരിവിനെ പരിഹസിക്കാൻ വരുന്നത്. നോളജ് സിറ്റിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങി വന്നത്. ഇങ്ങോട്ടേക്ക് ഞാൻ ചുരുക്കുകയാണ്, സമയത്തിന്റെ പരിമിതിമുണ്ട്. നോളജ് സിറ്റിയിൽ ഇപ്പൊ ഇവർ അപേക്ഷ കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ അപേക്ഷയിലുള്ളത്? മർക്കസിന്റെ ഇസ്ലാമിക കേന്ദ്രമായ ഈ നോളജ് സിറ്റി ഇത് ഇനി വന്നാൽ അവിടെ എന്തൊക്കെ വേണം? ബാങ്കിങ് വേണം. ഇസ്ലാമിക ബാങ്കിങ് അല്ല, ബാങ്കിങ്. പണ്ടെന്താണ് സംസ്ഥയെ പിളർത്താൻ ശ്രമിച്ച കാലത്ത് എന്താ പറഞ്ഞത്? ബാങ്കിലേക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗിനോടൊപ്പം ഞങ്ങളില്ല. മറന്നുപോയിട്ടില്ല? എനിക്ക് ഓർമ്മയുണ്ടത്. ഇപ്പൊ ബാങ്ക് നമ്മൾ സ്വന്തം തുടങ്ങാം. പിന്നെയോ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്, അതിന്റെ മലയാളം പറയേണ്ടതില്ല, വയസ്സുള്ള ഇംഗ്ലീഷ് അറിയാത്തവർക്കും അതിന്റെ അർത്ഥം അറിയാം. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ദഫ് അല്ല, അല്ലെങ്കിൽ തസ്ബീഹുമാല കൗണ്ടറൊന്നുമല്ല, അതും അതിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ കൺസേർട്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന് അർദ്ധനഗ്നകളായ സ്ത്രീകളും പുരുഷന്മാരും ഡാൻസ് കളിക്കുന്നതിനാണ് കൺസേർട്സ് എന്ന് പറയാം. അതും അതിൻ്റെ ഉള്ളിലുണ്ടാവും അത്രേ. ഇത് സുന്നിയാണത്രേ. ഇതിനാണ് ശംസുൽമ പണ്ട് പറഞ്ഞത്, സുന്നിയാവാം ചുന്നിയാവണ്ട. പിന്നെന്തുണ്ട് അതിനകത്ത്? ബീവറേജസ് എന്നതിന്റെ അർത്ഥം ഇപ്പൊ തെരഞ്ഞെടുക്കുകയാണ് ഇവര്. ലൈം ജ്യൂസിനാണ് ബീവറേജ്, ജ്യൂസിനാണെന്നൊക്കെ പറഞ്ഞെടുക്കാൻ. എന്നാൽ വൈകുന്നേരം 5:30 മണിക്ക് റോഡിലൂടെ നടക്കുക, 4 കാലിൽ നടക്കുന്ന കുറച്ച് കമ്പനി ഉണ്ടാവും. അവരോട് പോയി ചോദിക്കുക, അല്ല ചങ്ങ ഈ ബീവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരി ഞാൻ ഇപ്പൊ കുടിച്ചു വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അതിന് ഡിക്ഷണറി അറിയണ്ട. ഇപ്പൊ ഡിക്ഷണറി തന്നെയാണ് ഇവര്. ബീവറേജസ് ആണ് മറ്റൊന്ന്. ഇങ്ങനെ പറഞ്ഞ് ഇനിയും ഒരുപാടുണ്ട് അതിനകത്ത് പറയുന്നത്. ഇതൊക്കെയാണ് അത്ര ഇസ്ലാമിക സ്ഥാപനം. എന്നിട്ട് ഇപ്പൊ ഇവർ പറയുന്നത് അവസാനം എന്താ? ഉസ്താദ് പറയാണ്, ഒക്കെ തൊലഞ്ഞുപോയി മക്കളെ, അതുകൊണ്ട് ഇനി ഒരു രക്ഷയുള്ളൂ, നല്ല ശുദ്ധമായ പാല് കിട്ടണം. അത് ഞങ്ങളിപ്പോ പശുവിനെ പോറ്റാൻ തുടങ്ങുകയാണ്. സമസ്ത ഉണ്ടാക്കിയ പശുവിനെ പോറ്റാനാ? അതിനിവിടുത്തെ ഗോശ്രീകളൊക്കെ ഇവിടെ ഉണ്ട്. പശുവിനെ പോറ്റാൻ തുടങ്ങുന്നത്ര. അതിന് മൂപ്പരെന്താ അതിലും കണ്ടത്? കച്ചവടമാണ്. 60,000 രൂപ പശുവിന്റെ എല്ലാ സംവിധാനങ്ങളും കൂടി പശുവിന് 60,000 രൂപ അല്ല 80,000. രണ്ടും മൂപ്പരെന്നെ പറയാം. പിരിവന്നെയാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞു ഇവരുടെ പ്രവർത്തകനോട്, പഠിച്ചവനെ എന്റെ കയ്യിലൊരു റെസിപ്റ്റ് കിട്ടി, ദുബൈയിൽ പിരിവ് നടത്തിയതാണ്. എന്താണത്? മർക്കസിലെ ചപ്പാത്തി മെഷീന് വേണ്ടിയുള്ള പിരിവ്.
എന്തൊരു കഷ്ട, ചിന്തിച്ചു നോക്കൂ. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന മെഷീന് വേണ്ടി ഇനി പിരിവെടുത്തു. ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, മോനെ ഉസ്താദിനോട് പറയാൻ നോട്ടടിക്കുന്ന മെഷീന് വേണ്ടി പിരിവ് നടത്താൻ ഞാൻ പൈസ തരാം. നാട്ടുകാരും രക്ഷപ്പെട്ടു, മൂപ്പരും രക്ഷപ്പെട്ടു. ഇനി നമ്മളടുത്ത് പിരിവ് വരില്ല. ഇനി മൂപ്പർ രക്ഷപ്പെടുക എങ്ങനെ? പോലീസ് പിടിക്കണം, ഇവർക്ക് പോവുകയും ചെയ്യാം. നല്ല പരിപാടിയാണ്, അതൊന്ന് തുടങ്ങിക്കൂടെ ഉസ്താദേ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇതാണ് കൺസേൺസ്. ഇതിനൊക്കെ എതിർക്കുന്ന ആളുകൾ ദീനിന്റെ ശത്രുക്കളാണത്രേ. ക്യാമറയെ എതിർത്താൽ ദീനിന്റെ ശത്രുവാകുമോ? ബീവറേജസിനെ എതിർത്താൽ അത് ദീനിന്റെ ശത്രുവാകുമോ? മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പാടില്ലെന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ ശത്രുവാണോ അല്ലെങ്കിൽ ദീനാണോ? ഇതാണിപ്പോ പറഞ്ഞു നടക്കുന്നത്. ഇങ്ങനെയുള്ളതൊന്നും കാണിച്ചിട്ട് സമസ്തന്റെ നേരെ കയറി വരാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ വിധത്തിലാണ് ഇവരുടെ പുതിയ പ്രവർത്തനങ്ങൾ. അള്ളാഹു ഇവരിൽ നിന്ന് നമ്മയും നമ്മുടെ സമുദായത്തെയും കാക്കട്ടെ. ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഇവർ 27-ാം രാവിന്റെ അന്ന് നടത്തുന്ന പരിപാടി പോലും നമ്മൾ വല്ലാതെ വേദനയോടെ കാണേണ്ടതാണ്. 27-ാം രാവിന്റെ അന്ന് ആ പാടത്തിരിക്കുന്ന ജനങ്ങളിൽ പലപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ വരുന്നവർ പരസ്പരം സംസാരിച്ചിരിക്കും. ഒരു 12 മണി കഴിഞ്ഞാൽ ഒരു പ്രതിജ്ഞയുണ്ട്, ഭീകരവിരുദ്ധ പ്രതിജ്ഞ. മലയാളത്തിലും ചൊല്ലും, ഇംഗ്ലീഷിലും ചൊല്ലും. അപ്പോഴാണ് ക്യാമറ അവിടുന്ന് അത് ഷൂട്ട് ചെയ്തിട്ട് ചാനലിലൂടെ പുറത്തു പോവുക. ഞാൻ ചോദിക്കുന്നു, റമദാനിലെ വിശുദ്ധമായ 27-ാം രാവിലെ 5 മിനിറ്റ് പോലും ഭീകരവിരുദ്ധ പ്രതിജ്ഞ മലയാളത്തിലും ഇംഗ്ലീഷിലും ചൊല്ലാൻ, ഭീകരതക്കെതിരെ നമ്മളിവിടെ കൈകോർക്കുന്നുണ്ട്. അതിന്റെ ദിവസങ്ങളിൽ അതിന്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങളുമായി സർവ്വസമയത്തും നമ്മളുണ്ട്. രാജ്യത്തിന് വേണ്ടി ജീവിച്ച ഇസ്മായിൽ സാഹിബിന് മകനെ രാജ്യത്തിന് നൽകിയ ഇസ്മായിൽ സാഹിബിന്റെ പ്രസ്ഥാനമാണിത്. അവർ നേതൃത്വം നൽകിയവരോടൊപ്പം നിന്ന പ്രസ്ഥാനമാണിത്. അതിലൊരു സംശയമില്ല. അതിനുവേണ്ടി തെളിയിക്കാൻ 27-ാം രാവ് തെരഞ്ഞെടുക്കേണ്ട ആവശ്യം സമസ്തക്കോ കേരള മുസ്ലിങ്ങൾക്കോ ഇല്ല. നിങ്ങൾ ഇത് ആർക്കു വേണ്ടിയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞ് ചാനലിലൂടെ പുറത്തുവിട്ടാൽ ലോകത്തിന്റെ ഏതോ ദിക്കിലിരുന്ന് ഇസ്ലാമിക വിരുദ്ധരായ ആരോ ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തോ ലഭിക്കുന്നുണ്ട് എന്ന് പറയാൻ തെളിവുകൾ കൊണ്ട് സാധിക്കും. എന്തിന് നമ്മൾ ഈ സമൂഹത്തോടൊപ്പം എങ്ങനെ ചേരാൻ കഴിയും? പാവപ്പെട്ട ഗുജറാത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കൊല ചെയ്യപ്പെട്ടപ്പോ പാവപ്പെട്ടവരെ കുത്തിക്കൊന്നു. ഗർഭിണികളുടെ വയറിന്റെ ഉള്ളിലേക്ക് തൃശൂലം കുത്തിക്കയറ്റിയിട്ട് കുഞ്ഞുങ്ങളെ പുറത്തു വലിച്ചിട്ട് തീ കൊടുത്ത് പെട്രോൾ ഒഴിച്ചു കൊന്ന ഗുജറാത്തിന്റെ അഹമ്മദാബാദിന്റെ ആ പാതയിലൂടെ പലപ്പോഴും ഞാനും കടന്നുപോയിട്ടുണ്ട്. ഇവരുടെ പ്രവർത്തകനായി പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിടുത്തെ പാവങ്ങളുടെ വേദന. എന്നിട്ടും കാന്തപുരം പറഞ്ഞു. എന്താ കാന്തപുരം പറഞ്ഞത്? കാന്തപുരത്തെ പറ്റി പകരം പറഞ്ഞു, അള്ളാഹു എന്ത് ചെയ്യണമെങ്കിൽ കാന്തപുരത്തോട് ചോദിക്കാതെ ചെയ്യൂല. കാന്തപുരം എന്താ പറഞ്ഞത്? ഗുജറാത്ത് കലാപം അറിയൂല, മൂപ്പരോട് ചോദിക്കാതെ ഒന്നും ചെയ്യൂല. പക്ഷെ ഗുജറാത്ത് കലാപം മൂപ്പർക്ക് അറിയില്ല. പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊന്നിട്ട് ഗുജറാത്തിലെ ഈ ഭീകരർക്കൊപ്പം നിന്നവരാണിവർ. എന്നിട്ട് നമ്മളറിയാം, ഒരുപക്ഷെ നിങ്ങൾ മറന്നിട്ടുണ്ടാവും, ചിന്തിച്ചിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ മലപ്പുറത്ത് ഹിന്ദു ഐക്യവേദിയുടെ സമ്മേളനം കഴിഞ്ഞ മാസം നടന്നു. എന്താ സംഭവിച്ചത്? മഅദനു സഖാഫത്തുൽ സുന്നിയാന്നോ ഇസ്ലാമിയാന്നോ രണ്ടും പറയാറുള്ള മഅദനിന്റെ അവരുടെ പാർക്കിംഗ്, അവരുടെ ഒരു ഗ്രൗണ്ട് ഔദ്യോഗികമായി ഹിന്ദു ഐക്യവേദിയുടെ വാഹനം പാർക്ക് ചെയ്യാൻ വിട്ടുകൊടുത്തിട്ട് ഹിന്ദു ഐക്യവേദിയുടെ വളണ്ടിയേഴ്സ് നിയന്ത്രിച്ച ഗ്രൗണ്ടായിരുന്നു അത്. പറയണം, നിങ്ങളുടെ മതമേതാ, ജാതിയേതാ, നിങ്ങൾ ആരോടാ നിങ്ങളുടെ ബന്ധം, ആരോടാ നിങ്ങൾ ഐക്യപ്പെടുന്നത്, ഏത് സമുദായത്തോടൊപ്പമാണ് നിങ്ങൾ നിൽക്കുന്നത്? പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇതാണ് ഇവരുടെ രൂപത്തിന്റെ ചുരുങ്ങിയൊരു ഭാഗം. ഇതിലൊന്നും തീരുന്നതല്ല ഇവർ. ഇതിനേക്കാൾ ഏറെ അവരെ കുറിച്ച് പറയാനുണ്ട്. സമയം കുറഞ്ഞതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ സ്പെയിനിൽ പണ്ട് എങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നോ അത് ഇവിടെ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സ്പെയിനിന്റെ ചരിത്രം പഠിച്ചാൽ ഈ പുതിയ കാലത്തെ, എന്റെ പഴയകാലത്തെ നേതാക്കൾ ഈ പുതിയ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്കുള്ള വഴിയാണോ എന്ന് തെറ്റിദ്ധരിക്കുകയോ ശരിധരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ഈ സമുദായത്തിന്റെ കാവൽക്കാരായ നേതാക്കൾക്ക് ദീർഘായുസ്സും ഹിഫ്ളും അവർക്ക് നേതൃത്വം നൽകുന്നതിനുള്ള ശക്തിയും ത്രാണിയും ഏറ്റി കൊടുത്ത് ഈ സമുദായത്തിന് ശക്തി നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആവസിയത്തോടെ നിർത്തുന്നു. അതോടൊപ്പം മണ്ണാർക്കാടിനടുത്താണ് ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനമുള്ളത്, പിരിവല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഇരുന്നുള്ളൂ. ഉസ്താദ് പിരിവൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം പിരിപ്പിക്കുന്നില്ല. ആ സ്ഥാപനത്തിൽ ഈ വർഷം മുതൽ അവിടെ സ്കൂളുകളും അങ്ങനെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കൊക്കെ ഉള്ള യതീംഖാന, മറ്റ് സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ഉണ്ട്. അക്കൂട്ടത്തിൽ കേരളത്തിൽ ആദ്യമായി ബഹുമാനപ്പെട്ട ഹൈദരലി തങ്ങൾ പ്രസിഡന്റായ സ്ഥാപനമാണ്. ഇസ്മായിൽ സഖാഫിയാണ് അതിന്റെ വൈസ് പ്രസിഡന്റ്. നാട്ടിക ഉസ്താദാണ് പ്രഥമ പ്രസംഗം നടത്തിയത്. ജനറൽ മാനേജർ ഞാനുമാണ്. അങ്ങനത്തെ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഈ വർഷം മുതൽ പെൺകുട്ടികൾക്കുള്ള ഹിഫ്ളുൽ ഖുർആൻ ആരംഭിക്കുന്നുണ്ട്.
ജൂൺ 23 അതിന്റെ ഇന്റർവ്യൂ 12 മണിക്ക് ഇവിടെ നടക്കുന്നുണ്ട്. സുപ്രഭാതത്തിലൊക്കെ പരസ്യം ഉണ്ടായിരുന്നു. ഹിഫ്ദുൽ ഖുർആനിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ, പെൺകുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ അവിടത്തേക്ക് അയക്കണം. കേരളത്തിൽ സുന്നികളുടേതായ ഒരു ഹിഫ്ദുൽ ഖുർആനും ഇല്ല. ആദ്യമായിട്ടാണ് ഔദ്യോഗികമായിട്ട് 4ാം ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികളാണ് ഉദ്ദേശിക്കുന്നത്. പ്രഥമ ബാച്ചായതുകൊണ്ട് ഇനി എത്ര ക്ലാസ്സിലുള്ളായാലും മതി, പ്രശ്നമല്ല. പക്ഷേ സ്കൂൾ പഠനം ഉണ്ടായിരിക്കുന്നതല്ല 3 വർഷം. 3 വർഷം കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന ആ 3 വർഷം, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ നഷ്ടപ്പെടില്ല. പരീക്ഷ എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്പെഷ്യൽ കോച്ചിങ് ഉണ്ടാവും. സ്കൂളുകളൊക്കെ ഞങ്ങൾക്ക് തന്നെ അവിടെ ഉള്ളതുകൊണ്ട് അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.